Good morning, everyone. Welcome to Adda247 Malayalam channel. This is Rintu Sebastian, and welcome to the Hindu editorial analysis of 2nd August 2022. നമസ്കാരം എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഉഷാറായിട്ടിരിക്കുന്നല്ലോ അല്ലേ? വീണ്ടും എല്ലായിടത്തും മഴയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. എന്നാലും എല്ലാവർക്കും പ്രശ്നമൊന്നുമില്ലാതെ സുഖമായിട്ടിരിക്കുന്നു. സേഫ് അല്ലേ എല്ലാവരും? സുഖമായിട്ടിരിക്കുകയെന്ന് വിശ്വസിക്കുകയാണ്. നമുക്കിപ്പോൾ നമ്മുടെ സെഷൻ തുടങ്ങാം അല്ലേ? അപ്പോൾ ഇന്നത്തെ സെഷൻ നമ്മളിന്ന് നമ്മുടെ 2-ാം തീയതിയാണ്. നമ്മുടെ എഡിറ്റോറിയൽ ഡെയിലി സെഷനാണിത്. എല്ലാ ദിവസവും രാവിലെ 8:30 നിങ്ങൾക്ക് മൺഡേ ടു സാറ്റർഡേയ്സിൽ എഡിറ്റോറിയൽ സെഷനുണ്ട്. അപ്പോൾ എഡിറ്റോറിയൽ സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗുഡ് മോർണിംഗ്. ഇന്നത്തെ കോട്ട് ഇതാണ്: നേച്ചർ നെവർ ഹറീസ്, ആറ്റം ബൈ ആറ്റം, ലിറ്റിൽ ബൈ ലിറ്റിൽ ഷീ അച്ചീവ്സ് എ വർക്ക്. റാൽഫ് വാൾഡോ എമേഴ്സൺ. ഈ എമേഴ്സണും തുറവൊക്കെ നമ്മുടെ അമേരിക്കൻ ഫിലോസഫേഴ്സാണ്. ഇപ്പം ഇവർ പറഞ്ഞ ഒരുപാട് കാര്യങ്ങളുണ്ട്. നേച്ചറിനെ പറ്റി ഒരുപാട് കാര്യങ്ങൾ പറയാറുണ്ട്. അപ്പോൾ അതിൽ പറയുന്നൊരു കാര്യമാണ്, നമ്മുടെ ഈ പ്രകൃതിക്കൊരു പ്രത്യേകതയുണ്ട് കേട്ടോ. പ്രകൃതി എടിപിടിയെന്നൊരു കാര്യവും ചെയ്യില്ല. എല്ലാം അതിൻ്റെ ഒരു മുറ പോലെയാണ് അല്ലേ? സമയാട്ടെ ദാസ എന്ന് പറയുന്ന പോലെയാണ് അവസരം. എല്ലാം ഒരേ ഒരു മുറ പോലെ കറക്റ്റായിട്ട് ഒരു കാര്യം നടക്കും. ഇറ്റ് നെവർ ഹറീസ്. എടുത്തിയാടി ഹേസ്റ്റിൽ ഒരു കാര്യം ചെയ്യുമൊന്നുമില്ല. വളരെ പാകപ്പെട്ട് ആലോചിച്ച് തീരുമാനം എടുക്കുവാണ്. ആറ്റം ബൈ ആറ്റം ആയിക്കോട്ടെ, അല്ലെങ്കിൽ ലിറ്റിൽ ബൈ പയ്യെ ചെറിയ ചെറിയ കാര്യങ്ങളായിട്ടല്ലേ, അത് ഓരോ കാര്യങ്ങൾ ഓരോ വർക്കും ചെയ്തു അച്ചീവ് ചെയ്യും, അക്കംപ്ലിഷ് ചെയ്യും. അങ്ങനെ ആയിരിക്കണം നമ്മൾ ഓരോരുത്തരും. എടുത്തു ചാടി ഒരു കാര്യം ചെയ്യരുത്. വൺസ് യു ഹാവ് എ ഡ്രീം എങ്കിൽ ഒരു പ്ലാൻ ഇടുക, ആൻഡ് ആ പ്ലാനിലോട്ട് മുന്നോട്ട് പോവുക. പയ്യെ അത് നേടിയെടുക്കുക. അതിന് കൃത്യമായ പ്ലാനിങ്ങിലൂടെ സ്ട്രാറ്റജി യൂസ് ചെയ്ത് നിങ്ങളുടെ പ്ലാനിലൂടെ എങ്ങനെയാണോ അത് ചെയ്യേണ്ടത്. സ്ലോ ആൻഡ് സ്റ്റഡി വിൻസ് ദ റേസ് എന്നാണ് പറയാം. നമ്മൾ വളരെ കൃത്യമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ അപ്പോൾ ചെയ്തു പോയാൽ സംഭവം സെറ്റാവും. അല്ലാതെ നമ്മൾ ഒരിക്കലും എടുത്തു ചാടി എടിപിടിയെന്നൊരു കാര്യം ചെയ്ത് എടുത്തു ചാട്ട് എപ്പോഴും നമ്മളെ കൊണ്ട് വലിയൊരു അബദ്ധത്തെ കൊണ്ട് ചാടിക്കും. സോ ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്, പ്രോമിനൻ്റ് ആയൊരു കാര്യമാണ്. മറക്കാതിരിക്കുക. ഇന്ന് അതായിരിക്കട്ടെ നമ്മുടെ ചിന്ത. ലെറ്റ്സ് തിങ്ക് അബൌട്ട് ദാറ്റ്. ഓക്കെ, നമുക്ക് എടിപിടിയെന്ന് വേണ്ട കാര്യങ്ങളൊക്കെ ഉഷാറായിട്ട് ഇരിക്കട്ടെ അല്ലേ? അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ എല്ലാവരും ഉഷാറായിട്ട് തന്നെയാണല്ലോ ഇരിക്കുന്നത്. ഹെൽത്തി ആണല്ലോ, അതുപോലെ സേഫ് ആണല്ലോ എല്ലാവരും. നമുക്ക് തുടങ്ങാം. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന Adda247 മലയാളം ചാനലാണ്. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അതുപോലെ ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് എക്സാമിൻ്റെ വീഡിയോസ് എല്ലാം നോട്ടിഫിക്കേഷൻസ് ഒക്കെ പെട്ടെന്ന് കിട്ടും. എല്ലാ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവർക്കും ഈ സെഷന് ഈ ഒരു ചാനൽ ഭയങ്കര യൂസ്ഫുൾ ആണ്. അതിപ്പോൾ SSCക്ക് പ്രിപ്പയർ ചെയ്യുന്നവർക്കും ESIC ഇൻഷുറൻസിനും ബാങ്കിങ്, അതുപോലെ കേരള PSC ആയിക്കോട്ടെ, എല്ലാ എക്സാംസിനും വേണ്ടി സുപ്രീം കോർട്ട് അസിസ്റ്റൻ്റ് ക്ലാസ്സുകൾ, അതുപോലെ ദേവസ്വം ബോർഡ് LDയുടെ ക്ലാസ്സുകൾ എല്ലാം ഇവിടെ കിട്ടും. എക്സാമിൻ്റെ നോട്ടിഫിക്കേഷൻ വീഡിയോസ്, അതുപോലെ ജോബ് അലേർട്ടിനെ പറ്റി, അതുപോലെ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ചെയ്യുന്നതിനെ പറ്റി, അതുപോലെ എക്സാം അനാലിസിസിനെ പറ്റി എല്ലാം, ഷോർട്ട് ട്രിപ്സ്, അതുപോലെ തന്നെ മോട്ടിവേഷണൽ വീഡിയോ എല്ലാം ഇവിടെ നിങ്ങൾക്ക് കിട്ടും. എല്ലാ സബ്ജക്റ്റുകളും ഇവിടെ കിട്ടും. വേറെ എവിടെയും പോകേണ്ട കാര്യമില്ല. അതുപോലെ തന്നെ നമ്മുടെ Adda247 ആപ്പ് ഉണ്ട്. പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. പ്ലേ സ്റ്റോറിൽ പോയി ഡൗൺലോഡ് ചെയ്യുക, സൈൻ ഇൻ ചെയ്യുക. ഈ ഒരു ആപ്പിൻ്റെ ഏറ്റവും ഒരു പ്രത്യേകത, എക്സാം നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും, ജോബ് അലേർട്ട്സ് കിട്ടും, കറണ്ട് അഫയേഴ്സ് കിട്ടും. അതുപോലെ തന്നെ ഡെയിലി പ്രാക്ടീസ് ചെയ്യാൻ ക്വസ്റ്റസ് ഉണ്ട്, സബ്ജക്റ്റ് വൈസ് ക്വിസസ് ഉണ്ട്, മോക്ക് ടെസ്റ്റുകളുണ്ട്. പഠിക്കാം, പ്രാക്ടീസ് ചെയ്യാം, മുന്നോട്ട് പോകാം. അതുകൂടാതെ നമ്മുടെ ടെലിഗ്രാം ചാനലുണ്ട്, KPSC ഷോർട്ട് സെലക്ഷൻ. അതുകൂടാതെ Adda247 കേരള സെൻട്രൽ എക്സാംസ്. ഈ 2 ടെലിഗ്രാം ചാനൽ നമുക്കുണ്ട്. ജോയിൻ ചെയ്യാൻ മറക്കണ്ട. ബി എ പാർട്ട് ഓഫ് എ ക്ലബ്. ഓക്കെ. അതുപോലെ തന്നെ ഇന്നത്തെ ആർട്ടിക്കിൾ, ഇന്നത്തെ സെഷൻ, നമ്മുടെ സെഷൻ ഇത് ഡെയിലി ഉള്ള സെഷനാണ് കേട്ടോ. എല്ലാ ദിവസവും രാവിലെ 8:30 സെഷനാണ്. ഇന്ന് ഓഗസ്റ്റ് 2-ാം തീയതി. അപ്പോൾ ഇന്നത്തെ ആർട്ടിക്കിളിൽ, ഇന്നത്തെ ഹിന്ദു എഡിറ്റോറിയലിൽ വന്നിരിക്കുന്ന ആർട്ടിക്കിൾസ് ഏതൊക്കെയാണ് നമുക്ക് ഡിസ്കസ് ചെയ്ത് വിടാം. അതുപോലെ തന്നെ വൊക്കാബുലറി ഡീറ്റെയിൽ ആയിട്ട് നോക്കണം, ഗ്രാമർ സ്ട്രക്ചേഴ്സ് നോക്കണം. ഈ ഒരു സെഷൻ്റെ പ്രത്യേകത ഏറ്റവും ഇമ്പോർട്ടൻ്റ്ലി നിങ്ങളുടെ ജനറൽ അവയർനെസ് വർദ്ധിപ്പിക്കും. രണ്ടാമത്തെ കാര്യം നമ്മുടെ റീഡിങ് എബിലിറ്റി, കോംപ്രിഹെൻഷൻ സ്കിൽസ്, പിന്നെ നിങ്ങളുടെ വൊക്കാബുലറി ഒബ്വിയസ്ലി. അപ്പോൾ വേർഡ്സ് ഒരുപാട് പഠിക്കാം, വാക്ക് സമ്പത്ത് നമുക്ക് കൂട്ടാം. അതുപോലെ തന്നെ ഗ്രാമർ സ്ട്രക്ചേഴ്സ് റീബിൽഡ് ചെയ്തെടുക്കാം, നിങ്ങളുടെ റൈറ്റിംഗ് സ്കിൽസ് ബിൽഡ് ചെയ്തെടുക്കാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ കമ്മ്യൂണിക്കേറ്റീവ് സ്കിൽസ് ഒബ്വിയസ്ലി നിങ്ങൾക്ക് ഇംപ്രൂവ് ചെയ്തെടുക്കാം. സ്പോക്കൺ ഇംഗ്ലീഷ് സ്കിൽസ് ഇംപ്രൂവ് ചെയ്തെടുക്കാം. എല്ലാ എക്സാമിനും പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടിയുള്ള സെഷനാണ്. UPSC ആയിക്കോട്ടെ, അതിപ്പോൾ കേരള PSC ആയിക്കോട്ടെ, SSC ആയിക്കോട്ടെ, ESIC ഇൻഷുറൻസ് ആയിക്കോട്ടെ, ബാങ്കിങ് ആയിക്കോട്ടെ, എല്ലാ സെഷനും വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടിയുള്ളൊരു സെഷനാണിത്. ഡെയിലി 8:30 സ്റ്റാർട്ട് ചെയ്യും. എൻ്റെ പേര് റിൻറ്റു സെബാസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് ഇന്ന് വന്നിരിക്കുന്ന 2 ആർട്ടിക്കിളിനെ പറ്റി ഡിസ്കസ് ചെയ്യാം. 2 ആർട്ടിക്കിളാണ്. ഒന്ന്, തൃശ്ശൂർ 22 വയസ്സുകാരൻ, UAE വന്ന 22 വയസ്സുകാരൻ മങ്കി പോക്സ് ബാധിച്ച് മരിച്ചു അല്ലേ? സാധാരണ മങ്കി പോക്സിനെ പറ്റി ഇതുവരെയുള്ള ഒരു എന്താ പറയുക, നമ്മൾ കോവിഡൊക്കെ വരുന്നതിന് മുമ്പ് കോവിഡ് ഇങ്ങനെ ആയിരുന്നു, അല്ലെ കോവിഡിനെ പറ്റി ഇങ്ങനെയാണ് എന്നൊക്കെ പറയുന്ന പോലെ മങ്കി പോക്സ് വന്നിട്ട് ആരും അങ്ങനെ ഗുരുതരമായി, ഫെയ്റ്റലായിട്ടൊരു ഡിസീസൊന്നും അല്ല, മരണം വരെ കാരണമാകാവുന്ന ഡെഡ്ലി ആയിട്ടുള്ളൊരു ഡിസീസൊന്നും അല്ല, വൈറസ് ഇൻഫെക്ഷൻ അല്ല അത്. പക്ഷേ പുള്ളിക്കാരൻ മരിച്ചു. അപ്പോൾ അതിൻ്റെ കാരണമായിട്ട്
കൂടെ അഡീഷണൽ ആയിട്ട് ഇൻവെസ്റ്റിഗേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പുള്ളിക്കാരൻ്റെ സാമ്പിൾസ് ഒക്കെ വൈറോളജി ഡിപ്പാർട്ട്മെൻറ്റിലോട്ട് ആലപ്പുഴയിൽ കൊടുത്തിട്ടുണ്ട്, അയച്ചിട്ടുണ്ട്. എന്താണ് അതിൻ്റെ കാരണം എന്നറിയാൻ വേണ്ടിയിട്ട് ജാഗ്രത പുലർത്തുന്നുണ്ട്. അപ്പോൾ കുറച്ചുകൂടെ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റുകാരും റിസർച്ചേഴ്സും കുറച്ചുകൂടെ ഒന്ന് ജാഗ്രതയോടെ ഇരിക്കണം, സേഫായിട്ട് കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകണം. ഇതിനെപ്പറ്റി കൂടുതൽ പഠനം നടത്തണം എന്നുള്ളൊരു ആർട്ടിക്കിൾ ഇന്ന് ഉണ്ട് മങ്കി പോക്സിനെ പറ്റി. ആൻഡ് ദാറ്റ് ഈസ് സോ സിമ്പിൾ, വളരെ എളുപ്പത്തിൽ വായിച്ച് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ആർട്ടിക്കിളാണ്. അത് നിങ്ങൾക്ക് സെൽഫ് റീഡിങ്ങിന് ഒരു ആർട്ടിക്കിളാണ്. പക്ഷെ അതല്ലാതെ കഴിഞ്ഞ ദിവസം അമിത് ഷാ പറഞ്ഞു, എഞ്ചിനീയറിംഗ് ആയിക്കോട്ടെ അല്ലെങ്കിൽ മെഡിക്കൽ കോളേജായിട്ട് നമ്മുടെ ഹയർ എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് ഇന്ത്യൻ ലാംഗ്വേജസ്, അതിപ്പോൾ ഹിന്ദി ആയിക്കോട്ടെ അല്ലെങ്കിൽ തമിഴ് ആയിക്കോട്ടെ, അങ്ങനെ ഏതാണോ മദർ ടങ്, നമ്മുടെ മാതൃഭാഷ മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷനിലോട്ട് ആക്കാൻ വേണ്ടിയിട്ട് ഒരു പ്രൊപ്പോസൽ മുന്നോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു പ്രൊപ്പോസലിനെ പറ്റി, അതിൻ്റെ കാര്യങ്ങളെ പറ്റി ഒരു ആർട്ടിക്കിൾ ഉണ്ട്. ആൻഡ് ദാറ്റ് ഇസ് ദി ആർട്ടിക്കിൾ ദാറ്റ് വി ആർ ഗോയിങ് ടു ഡിസ്കസ് ടുഡേ. ആ ആർട്ടിക്കിളാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ മദർ ടങ്ങിൽ എങ്ങനെയാണ് ഹയർ സ്റ്റഡീസിൽ നമ്മൾ പോയാൽ എങ്ങനെ ഇരിക്കും എന്നുള്ളത് കേട്ടോ നമുക്ക് നോക്കാം. ഹായ് തസ്ലിന, ഡിഗ്രി ലെവൽ പ്രിലിംസിൻ്റെ എക്സാം ഫീയോ? ഫീ 2530 രൂപയാണ് കേട്ടോ. തസ്ലിന് ചെയ്യേണ്ട കാര്യം ഇത്രേ ഉള്ളൂ, എൻ്റെ കോഡ് അടിച്ചു കൊടുത്താൽ ഈ വിത്ത് അപ്പോഴാണ് ഡിസ്കൗണ്ട് കിട്ടുക, 2530 രൂപയ്ക്ക് കിട്ടും. Y314 എന്ന കോഡ് ഉപയോഗിച്ചാൽ മതി കേട്ടോ. Y314 എന്ന കോഡ് ഉപയോഗിച്ചാൽ കിട്ടും. ഓൾ റൈറ്റ്, ഈ ഒരു ഡിസ്കൗണ്ടോടെ 2500 രൂപയ്ക്ക് നമുക്ക് എന്ത് കിട്ടും? കോഴ്സ് പർച്ചേസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്, ഉഷാറല്ലേ? അപ്പോൾ നമുക്ക് തുടങ്ങാം അല്ലേ, താമസിപ്പിക്കേണ്ട, തുടങ്ങാം. നമ്മൾ ആദ്യം തന്നെ പോകാൻ പോകും നമ്മുടെ ഫ്രേസൽ വെർബ്സ്, വൺ വേർഡ്സ്, ഇഡിയംസ് ആൻഡ് ഇഡിയംസിലോട്ട്. അതിനുശേഷം നമ്മൾ മറ്റ് വേർഡ്സിലോട്ട് പോകാം. അപ്പോൾ ഗുഡ് മോർണിംഗ് പീപ്പിൾ, ലെറ്റ് സ്റ്റാർട്ട് വിത്ത് അവർ ഫസ്റ്റ് ഫ്രേസൽ വേർബ്, ലീവ് ഔട്ട്. ലീവ് ഔട്ട് ചെയ്യുക, ലെഫ്റ്റ് ഔട്ട് ചെയ്യുക എന്നൊക്കെ പറയില്ലേ, പാസ്റ്റ് ടെൻസ് പറയുമ്പോൾ ലെഫ്റ്റ് ഔട്ട് ചെയ്യുക, ലീവ് ഔട്ട് ചെയ്യുന്നതിൻ്റെ പ്രസന്റ് ടെൻസ് അല്ലേ. എന്താ ലീവ് ഔട്ട് ചെയ്യുക എന്ന് പറഞ്ഞ അർത്ഥം? ലീവ് ഔട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഫെയിൽ ടു ഇൻക്ലൂഡ് സംബഡി ഓർ സംതിങ്, എന്തെങ്കിലും ഒരു ആളെയോ അല്ലെങ്കിൽ ഒരു കാര്യത്തെയോ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യാൻ ഫെയിലായി പോവുക, പറ്റാതെ പോവുക അല്ലേ. അത് നമ്മളെ കൊണ്ട് പറ്റുന്നില്ല അല്ലെങ്കിൽ നമ്മൾ ചെയ്തില്ല, ലീവ് ഔട്ട് ചെയ്തു. ദാറ്റ് ഈസ് മിസ് ഔട്ട് ചെയ്യുക എന്നൊക്കെ പറഞ്ഞില്ലേ, സെയിം സാധനമാണ്. ലീവ് ഔട്ട് ചെയ്യുക, മിസ് ഔട്ട് ചെയ്യുക എന്നൊക്കെ പറഞ്ഞാൽ സെയിം സാധനമാണ്. ഓർത്തോണം, ലീവ് ഔട്ട്. ഓക്കെ, ഓർത്ത് വെച്ചോളാം. രണ്ടാമത്തത് ലീവിൻ്റെ പാസ്റ്റൻസ് ലെഫ്റ്റ് ആണ് കേട്ടോ, ഓർത്ത് വെച്ചോളാം. അടുത്തത് ഗ്ലോസ് ഓവർ. എന്താ ഗ്ലോസ് ഓവർ എന്ന് പറഞ്ഞാൽ? ഡിസ്കസ് ചെയ്തിട്ടുണ്ട് നേരത്തെ നമ്മൾ. ഗ്ലോസ് ഓവർ എന്ന് പറഞ്ഞാൽ നമ്മളെന്ത് ചെയ്യുക? കൺസീൽ ചെയ്യാണ്, മറച്ചു വെക്കുകയാണ്, ഹൈഡ് ചെയ്യാണ്. ദാറ്റ് ഈസ് ഗ്ലോസ് ഓവർ. കൺസീൽ ചെയ്യുക ഓർ ഹൈഡ് ചെയ്യുക എന്നാണ് ഗ്ലോസ് ഓവർ എന്ന വാക്കിൻ്റെ അർത്ഥം. ഓർത്ത് വെച്ചോ കേട്ടോ. ഗ്ലോസ് ഓവർ മീൻസ് കൺസീൽ ചെയ്യുക ഓർ ഹൈഡ് ചെയ്യുക. ഓൾ റൈറ്റ്, അടുത്ത് നോക്കിയ പിള്ളേരെ, ഇംപ്രസ് അപ്പോൺ. എന്താണ് ഇംപ്രസ് അപ്പോൺ എന്ന വാക്കിൻ്റെ അർത്ഥം? ഇംപ്രസ് അപ്പോൺ, ഇംപ്രസ് അപ്പോൺ ചെയ്യാന്ന് പറഞ്ഞാൽ ഇന്നാളെ ഞാൻ പറഞ്ഞു, നമ്മളൊരു ഇംപ്രഷൻ ക്രിയേറ്റ് ചെയ്യുക, മറ്റുള്ളവരുടെ ഉള്ളിൽ ഇംപ്രഷൻ ക്രിയേറ്റ് ചെയ്യുന്നു. ഇംപ്രഷൻ ക്രിയേറ്റ് ചെയ്യുമ്പോൾ യു ആർ എംഫസൈസിങ്, നിങ്ങൾ ഊന്നൽ കൊടുക്കുകയാണ് ഹൗ ഇമ്പോർട്ടൻറ്റ് സംതിങ് ഇസ്. ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണെന്ന് പറഞ്ഞ് ഒരാളെ ഫലിപ്പിക്കുക, എംഫസിസ് കൊടുക്കുക. അതിനാണ് ഇംപ്രസ് അപ്പോൺ എന്ന ഫ്രേസൽ വേർബിൻ്റെ അർത്ഥം. ഓർത്തോണേ, ഇംപ്രസ് അപ്പോൺ എന്ന് പറഞ്ഞാൽ എംഫസൈസ് ഹൗ ഇമ്പോർട്ടൻറ്റ്, എത്ര ഇമ്പോർട്ടൻ്റ് ആണോ ഒരു കാര്യം എന്ന് നമ്മൾ എംഫസൈസ് ചെയ്യുന്നതിനാണ് ഇംപ്രസ് അപ്പോൺ എന്ന് പറയാം കേട്ടോ. ഓർത്ത് വെച്ചോണം, ഇംപ്രസ് അപ്പോൺ, മറക്കണ്ട കേട്ടോ. അടുത്ത് നോക്കിയേ, ഔട്ട് ഓഫ് പ്ലേസ്. ഔട്ട് ഓഫ് പ്ലേസ് ഇവിടെ എന്താ പറയുക? ഐ ഫീൽ ഔട്ട് ഓഫ് പ്ലേസ്. ഇടയ്ക്ക് നമ്മൾ പറയില്ലേ, എവിടെയെങ്കിലും ഒരു പ്രത്യേകം, ഞാൻ ഇടയ്ക്ക് പറയും, എനിക്ക് എസ്പെഷ്യലി തോന്നുന്നു എപ്പോഴാന്ന് പറയട്ടെ, വെൻ ഐ വെൻ ടു മൈ റിലേറ്റീവ്സ് ഫങ്ഷൻസ് എന്തെങ്കിലും ഉണ്ടെന്ന് വിചാരിക്കുക. വീട്ടിലാരുടെ കൂടെ ഞാൻ പൊതുവേ പോകാറില്ല, വളരെ എന്താ പറയുക, വൺസ് ഇൻ എ ബ്ലൂ മൂൺ കാര്യമാണ് ഞാൻ പോകുവാണെങ്കിലും. അങ്ങനെ പോകുമ്പോൾ ഐ ഓൾവേസ് ഫീൽ ഐ എം ഔട്ട് ഓഫ് പ്ലേസ്. അവിടെ ഞാൻ ഭയങ്കര ഔട്ട് ഓഫ് പ്ലേസ് ആയിട്ട് എനിക്ക് തോന്നും. ഞാൻ ഏതൊരു എന്താ പറയുക ഏലിയൻ ഗ്രഹത്തിലൊക്കെ പോയി നിൽക്കുന്ന പോലെ എനിക്ക് തോന്നും. ബാക്കി എല്ലാവർക്കും ഒരു കോമൺ ഭാഷ, എനിക്ക് മാത്രം ഭാഷ വരെ വ്യത്യാസം എന്നൊക്കെ എനിക്ക് തോന്നാറുണ്ട്. ഐ ഫീൽ ഔട്ട് ഓഫ് പ്ലേസ്. ഐ ഫീൽ ദാറ്റ് ഐ എം നോട്ട് ഇൻ ദ പ്രോപ്പർ പൊസിഷൻ. അയ്യോ, ഇവിടെ ഞാനിവിടെ ഐ ഡോണ്ട് ബിലോങ് ഹിയർ എന്ന് എനിക്ക് ഫീൽ ചെയ്യുന്ന ഒരു അവസ്ഥയുണ്ട്. ദാറ്റ് ഈസ് ഔട്ട് ഓഫ് പ്ലേസ്. ഒരു കാര്യം പ്രോപ്പർ പൊസിഷനിലല്ലെങ്കിൽ യു ക്യാൻ സേ ഔട്ട് ഓഫ് പ്ലേസ് എന്ന് പറയാം. ദാറ്റ് ഈസ് ഔട്ട് ഓഫ് പ്ലേസ്. ഫ്രേസ് ആണ്, വളരെ കോമൺ ആയിട്ടൊരു എക്സ്പ്രഷനാണ്. ഓക്കെ, ഓർത്ത് വെച്ചോളാം, ഔട്ട് ഓഫ് പ്ലേസ് എന്ന് പറയുകയാണെങ്കിൽ അല്ലേ. ഐ ഫീൽ ഔട്ട് ഓഫ് പ്ലേസ് അല്ലേ, അർത്ഥം. അടുത്തത് അറ്റ് ഹാൻഡ്. വീണ്ടും ഒരു ഫ്രേസ് ആണ് അറ്റ് ഹാൻഡ്. ഹാൻഡി ആയിട്ട്, അവൈലബിൾ ആയിട്ടുള്ളത്, അല്ലെങ്കിൽ തൊട്ടടുത്തുള്ളത്. തൊട്ടടുത്ത് മീൻസ് ക്ലോസ് ബൈ കേട്ടോ. ക്ലോസ് അടുത്ത് എന്ന് പറയുമ്പോൾ തൊട്ടടുത്ത് നമുക്ക് എടുക്കാൻ പാകത്തിന് അവൈലബിൾ ആയിട്ട്, ആക്സസിബിൾ ആയിട്ടുണ്ട് എങ്കിൽ യു ക്യാൻ സേ അറ്റ് ഹാൻഡ് എന്ന് പറയും. ഹാൻഡി പറയില്ലേ, അതുപോലെ അറ്റ് ഹാൻഡ് ഫ്രേസ് ആണ് കേട്ടോ. അറ്റ് എന്താണ് പ്രിപ്പോസിഷൻ ആണ്, ഹാൻഡ് അതിൻ്റെ ഒബ്ജക്റ്റ്. സോ പ്രിപ്പോസിഷണൽ ഫ്രേസ് ആണ് അറ്റ് ഹാൻഡ്, ക്ലോസ് ബൈ അല്ലെങ്കിൽ അവൈലബിൾ, തൊട്ടടുത്തുള്ളത്. എന്താ തൊട്ടടുത്ത് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള? ഇപ്പം എന്താ? ഓൾ ദി ഡോക്യുമെന്റ്സ് ആർ അറ്റ് ഹാൻഡ്. while you apply for a job or while you apply for a post,
ഓൾ ദി ഡോക്യുമെന്റ്സ് മസ്റ്റ് ബി അറ്റ് ഹാൻഡ്, തൊട്ടടുത്തുണ്ടായിരിക്കണം. എപ്പോഴെങ്കിലും എന്തെങ്കിലും റെഫറൻസിന് ഡൗട്ട് ഉണ്ടെങ്കിൽ അപ്പോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഇറ്റ് മസ്റ്റ് ബി അറ്റ് ഹാൻഡ്. അല്ലെ അക്ഷയയിലൊക്കെ പോകുമ്പോൾ അവർ പറയുന്നിട്ടില്ല, അല്ലെങ്കിൽ ഒരു കഫേയിലൊക്കെ ഇന്റർനെറ്റ് കഫേയിലൊക്കെ പോയിട്ട് നിങ്ങളൊരു അപ്ലിക്കേഷൻ കൊടുക്കാൻ വേണ്ടി പോകുമ്പോൾ ഒരു ഡോക്യുമെന്റ്സ് ഒക്കെ തൊട്ടടുത്ത് തന്നെ വെച്ചോട്ടോ. എന്താ പറയുക, പുട്ട് യുവർ ഡോക്യുമെന്റ്സ് അറ്റ് ഹാൻഡ് എന്ന് പറയും, തൊട്ടടുത്ത് വെച്ചേക്കണേ എന്ന് പറയും. അത് അടുത്ത് നോക്കിയേ, ഷോ അപ്പ് ചെയ്യുക. എന്താ ഷോ അപ്പ് ചെയ്യുക എന്ന് പറഞ്ഞാൽ, ഷോ അപ്പ് ചെയ്യുക മീൻസ് ഓൾറെഡി ഞാൻ പറഞ്ഞു, ഷോപ്പ് എന്ന് പറയുമ്പോൾ കാണുക, ഒരു കാര്യമായിട്ട് ഷോ അപ്പ് കാണാൻ പറ്റി അല്ലേ, കാണുക എന്നുള്ള അർത്ഥമുണ്ട്. ഷോ അപ്പ് ക്ലിയർലി വിസിബിൾ ആണ്. ഇറ്റ് ഷോഡ് അപ്പ്, ഓ യു ഷോഡ് അപ്പ്, ഫൈനലി യു ഷോഡ് അപ്പ്, അപ്പം നീ വന്നു അല്ലേ, അങ്ങനെ നീ വന്നു. രണ്ടർത്ഥമുണ്ട് ഷോപ്പിന്, ക്ലിയർലി വിസിബിൾ അർത്ഥമുണ്ട്, അല്ലെങ്കിൽ രണ്ടാമത്തെ അർത്ഥം അറൈവ് ചെയ്യുക. ഷോ അപ്പ്, ഷോഡ് അപ്പ് ആണ് പാസ്റ്റ് ടെൻസ് വരെ കേട്ടോ. ഫ്രേസൽ വേർബ് വരുമ്പോൾ എപ്പോഴും ഓർക്കണം, വേർബിനാണ് നിങ്ങൾ മാറ്റം വരുത്തേണ്ടത് കേട്ടോ. പ്രിപ്പോസിഷനോ അഡ്വേർബിനോ ഒന്നും മാറ്റം വരുത്താൻ നിൽക്കരുത്. ഓക്കെ, അടുത്ത് നോക്കിയോ, റൂൾ ഔട്ട്. റൂൾ ഔട്ട് ചെയ്യുന്ന പറഞ്ഞാൽ റൂൾ ഔട്ട് ദി ഗവൺമെന്റ് റൂൾഡ് ഔട്ട് ദി പ്രപ്പോസൽ എന്നൊക്കെ പറഞ്ഞ അർത്ഥം എക്സ്ക്ലൂഡ് ചെയ്ത് കളഞ്ഞു, എലിമിനേറ്റ് ചെയ്ത് കളഞ്ഞു, റിജക്റ്റ് ചെയ്തു എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും. റൂൾ ഔട്ട് ചെയ്യാം അല്ലേ. റൂൾ ഔട്ട് ചെയ്യുക മീൻസ് നെഗറ്റീവ് വേർഡാണ്, നെഗറ്റീവ് ഫ്രേസ് ആണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഫ്രേസൽ വേർബ്. എക്സ്ക്ലൂഡ് ചെയ്യുക അല്ലെങ്കിൽ എലിമിനേറ്റ് ചെയ്യുക എന്ന് നമുക്ക് പറയാൻ പറ്റും. ദാറ്റ് ഈസ് റൂൾ ഔട്ട്. കേട്ടോ പിള്ളേരെ, റൂൾ ഔട്ട് മറക്കണ്ട, റൂൾ ഔട്ട്. ഓക്കെ, നമുക്ക് പഠിക്കാം. യെസ്, ക്ലിയർ അല്ലേ? യാ. ടീച്ചർ ലീവ് ഔട്ട് ദ സ്റ്റുഡൻസ്. ജിസ്ന, അവിടെ നമുക്ക് ടീച്ചർ എന്നായതുകൊണ്ട് ലീവ് ഔട്ട് കൊടുക്കില്ല, ടീച്ചർ ലീവ്സ് ഔട്ട് കൊടുക്കണം. അല്ലെങ്കിൽ പാസ്റ്റ് ടെൻസ് കൊടുത്തോ, ലെഫ്റ്റ് ഔട്ട് കൊടുത്തോ. സിംഗുലർ സബ്ജക്റ്റിന് സിംഗുലർ വേർബ് കൊടുക്കണ്ടേ, അപ്പോൾ ടീച്ചർ ലീവ്സ് ഔട്ട് ദ സ്റ്റുഡൻസ് കൊടുക്കാം. ഗുഡ് മോർണിംഗ് ഷൈനി. ഐ എം ഓൾവേസ് ഗ്ലോസ് ഓവർ ചോക്ലേറ്റ്സ്. ഐ എം ഓൾവേസ് ഗ്ലോസ് ഓവർ പറ്റില്ല. ഐ ഓൾവേസ് തന്നെയല്ല, സോറി ഐ ഓൾവേസ് ഗ്ലോസ് ഓവർ ചോക്ലേറ്റ്സ്. കറക്റ്റാ, സോറി കേട്ടോ. അത് ഞാൻ ഐ എം എന്നാ വായിച്ചു പെട്ടെന്ന്, സോറി. ഓൾവേസിൻ്റെ കണ്ടിട്ട് ചോക്ലേറ്റ്സിൻ്റെ ഒരു ഇതുണ്ടല്ലോ, CHO ഉണ്ടല്ലേ, ഒരു CO വിട്ടുപോയിട്ടുണ്ട്. എഡിറ്റോർ പോലെ കറണ്ട് അഫയേഴ്സ് പഠിപ്പിക്കുന്നുണ്ട് ഇവിടെ ഉണ്ട് കേട്ടോ. അത് കുറച്ച് നാളുകളായിട്ട് ഒരു ബ്രേക്ക് വന്നിട്ടുണ്ട്. ഉടനെ അത് കണ്ടിന്യൂ ചെയ്യും കേട്ടോ. കൃഷ്ണപ്രസാദെ പറഞ്ഞു തരാം കേട്ടോ. കൃഷ്ണപ്രസാദ് ആണോ അതോ കൃഷ്ണപ്രസാദ് നമ്മുടെ ആണോ, എങ്ങനെയാണെങ്കിലും സംഭവം ഉണ്ട് കേട്ടോ. അത് റീസ്റ്റാർട്ട് ചെയ്യും. നമ്മളൊന്ന് ബ്രേക്ക് വന്നിട്ടുണ്ട്, അത് കറണ്ട് അഫയേഴ്സ് വീണ്ടും ഇതുപോലെ തന്നെ വരും കേട്ടോ. മൈ ഫാദർ ഇസ് ഔട്ട് ഓഫ് പ്ലേസ്. ഓൾ റൈറ്റ്, യു ആർ ഗ്ലോസിംഗ് ഓവർ സംതിങ് ഫ്രം മസ്. ഓൾ റൈറ്റ്, ഐ നീഡ് മൈ ഫോൺ അറ്റ് ഹാൻഡ് ഓൾ ടൈം. കൊള്ളാം, ഫോൺ എപ്പോഴും വേണം അല്ലേ, വേണം. ചിപ്പി ഗുഡ് മോർണിംഗ്. വിജിത ഗ്ലോസ് ഓവർ ഹർ ലവ്. ഓ കൺസീൽഡ് അല്ലെ, അപ്പോൾ എന്ത് കൊടുക്കണം? അവിടെയും ജിഷ്ണ എന്ത് ചെയ്യണം? വിജിത സിംഗുലർ അല്ലേ സബ്ജക്റ്റ്, അപ്പോൾ സബ്ജക്റ്റ് സിംഗുലർ എങ്കിൽ വേർബ് സിംഗുലർ കൊടുക്കുക. ഗ്ലോസസ് ഓവർ എന്ന് കൊടുക്കുക, അല്ലെങ്കിൽ പാസ്റ്റ് ടെൻസ് കൊടുക്കാം, ഗ്ലോസ്ഡ് ഓവർ കൊടുക്കാം, കൺസീൽഡ് എന്ന അർത്ഥത്തിൽ അല്ലേ. എന്ത് കൊടുക്കണം അല്ലേ, അപ്പോൾ എന്ത് കൊടുക്കണം? വിജിത ഗ്ലോസസ് ഓവർ അല്ലെങ്കിൽ വിജിത ഗ്ലോസ്ഡ് ഓവർ കൊടുക്കുക കേട്ടോ. സുഖം, പിന്നെ ചിപ്പി സുഖത്തോട് സുഖം. ഇവിടെ സുഖം തന്നെ കേട്ടോ. മഴയുണ്ട്. ഇന്നലെ മിനിഞ്ഞാന്ന് മുതൽ നല്ല മഴ തുടങ്ങിയിട്ടുണ്ട്. ഇന്നലെ പക്ഷെ പകലൊക്കെ ഭയങ്കര വെയിലായിരുന്നേ, പക്ഷെ രാത്രിയായപ്പോൾ നല്ല കൊടും മഴ എന്ന് പറയില്ലേ, വല്ലാത്തൊരു കാലാവസ്ഥ വ്യത്യാസമാണ് ഇവിടെ. എന്തോ അവിടെയൊക്കെ മഴയാന്ന് തോന്നുന്നില്ല, എല്ലായിടത്തും മഴയാന്ന് തോന്നുന്നു. കുറച്ചൊക്കെ എടുത്ത് ഭയങ്കരമായിട്ട് മഴയെന്ന് കേൾക്കുന്നു. എല്ലാവരും സേഫായിട്ടിരിക്കുക കേട്ടോ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മഴയിട്ട് നമ്മളിങ്ങനെ. യെസ്, ദ അതോറിറ്റീസ് അലോങ് വിത്ത് പീപ്പിൾസ് അല്ല പീപ്പിൾ. യെസ്, പീപ്പിൾ ഹാഡ് ലെഫ്റ്റ് ഔട്ട് ഓഫ് കൺസ്ട്രക്ഷൻസ് ഓവർ സിറ്റീസ് വിച്ച് മെയ്ഡ് ഫ്ലഡ് അറ്റ് ഹാൻഡ് ഇൻ മിനിമം റെയിൻ. അറ്റ് ഹാൻഡ് ഇൻ മിനിമം റെയിൻ പറയോ? അങ്ങനെ പറയില്ല. അവിടെ ഒരു പ്രശ്നമുണ്ടല്ലോ, നോക്കട്ടെ. ദ അതോറിറ്റീസ് അലോങ് വിത്ത് പീപ്പിൾ ഹാഡ് ലെഫ്റ്റ് ഔട്ട് ഓഫ് കൺസ്ട്രക്ഷൻസ് ഓവർ സിറ്റീസ് വിച്ച് മെയ്ഡ് ഫ്ലഡ് അറ്റ് ഹാൻഡ്. എന്താണ് അടുത്ത്? ഓക്കെ, അവൈലബിൾ വിത്ത് മിനിമം റെയിൻ. മിനിമം റെയിൻ ഉള്ളപ്പോൾ പോലും ഫ്ലഡ് വരുന്നു, അതല്ലേ ഉദ്ദേശിച്ചത്. അപ്പോൾ ഈവൻ ഇൻ മിനിമം റെയിൻ എന്ന് കൊടുക്കുക, ഈവൻ ഇൻ അങ്ങനെ കൊടുക്കുക, അപ്പോൾ കുറച്ചൊരു മീനിങ് ഫുൾ ആയി. ഈവൻ ഇൻ മിനിമം റെയിൻ കൊടുത്തു, അത് കറക്റ്റ് ആവും ഹരി കേട്ടോ. സ്കൈ ഈസ് ഷോ അപ്പ്. ഈ ഷോ അപ്പ് വരില്ല കേട്ടോ. അപ്പം ക്ലിയർലി വിസിബിൾ എന്നാണ് ഷോ അപ്പ് ചെയ്യാന്ന് പറയാ. അപ്പോൾ ഇവിടെ എന്ത് കൊടുക്കണം എന്നറിയോ? ദിപ്പിനപ്പം എന്ത് കൊടുക്കണം? സ്കൈ ഈസ് ഷോഡ് അപ്പ്, ക്ലിയർലി വിസിബിൾ എന്ന് പറയണം. അപ്പോൾ പാസ്റ്റൻസിലല്ലാതെ നമ്മൾ പാർട്ടിസിപ്പിൾ ഫോമിൽ കൊടുക്കും. ബിയുടെ കൂടെ V3 ഫോം കൊടുക്കാം. അപ്പോൾ നമുക്കതിനെ അഡ്ജക്റ്റീവ് ഫോമുലേഷനിൽ വരാം, അല്ലെങ്കിൽ അതിനെ നമുക്ക് എന്തായിട്ട് കൊടുക്കാം? പാസീവ് വോയിസ് വരും. ഇതിനകത്ത് കുറച്ചുകൂടെ നമ്മൾ സെറ്റ് ആകുമ്പോൾ പഠിക്കും. പാസീവ് വോയിസ് എന്ന് പറയും അതിനെ. അപ്പോൾ നമുക്ക് എന്താ പറയുക, കാണാൻ പറ്റുന്നുണ്ട്. V3 കൊടുത്താൽ അത് പാസീവ് അഡ്ജക്റ്റീവ് ഫോമുലേഷനായി. അപ്പോൾ ഇങ്ങനെ കൊടുക്കാം, ദ സ്കൈ ഈസ് ഷോഡ് അപ്പ് എന്ന് കൊടുക്കാം. എന്ന് കൊടുത്താൽ കറക്റ്റ്. യെസ്, രാഹുൽ ഇംപ്രസ് അപ്പോൺ ഹെർ ലവ്. വീണ്ടും ജിഷ്ണ, രാഹുൽ ഇംപ്രസ് അപ്പോൺ ആണോ? രാഹുൽ ഇംപ്രസസ് അപ്പോൺ അല്ലെങ്കിൽ ഇംപ്രസ്ഡ് അപ്പോൺ. സിംഗുലർ ആയ സബ്ജക്റ്റിന് സിംഗുലർ വേർബ് കൊടുക്കുക, അല്ലെങ്കിൽ പാസ്റ്റ് ടെൻസ് കൊടുത്തോളൂ. രണ്ടും കറക്റ്റ് കേട്ടോ, അങ്ങനെ കൊടുക്കണേ. ആസ് എ റിസൾട്ട് ഓഫ് കണ്ടിന്യൂസ് പ്രൊട്ടസ്റ്റ്, സെൻട്രൽ ഗവൺമെന്റ് റൂൾ ഔട്ട് 3 farm laws. സെൻട്രൽ ഗവൺമെന്റ് റൂൾ ഔട്ട് അല്ലല്ലോ, റൂൾഡ് ഔട്ട് കൊടുക്കേ
അല്ലെ ഹരതി? സബ്ജക്റ്റ് ഗവൺമെന്റ് ആണ്, സെൻട്രൽ ഗവൺമെന്റ് ആണ്, സിംഗുലർ ആണ്, അതനുസരിച്ച് റൂൾസ് ഔട്ടോ അല്ലെങ്കിൽ റൂൾഡ് ഔട്ടോ. അപ്പോൾ കഴിഞ്ഞു പോയതായതുകൊണ്ട് യു ക്യാൻ സേ റൂൾഡ് ഔട്ട് കൊടുക്കുക കേട്ടോ, മറക്കണ്ടേ. അപ്പോൾ മറക്കണ്ട, ഇന്ന് നമ്മുടെ മുമ്പിലുള്ളത് ലീവ് ഔട്ട് ഉണ്ട്, ഗ്ലോസ് ഓവർ ഉണ്ട്, ഇംപ്രസ് അപ്പോൺ, ഔട്ട് ഓഫ് പ്ലേസ്, അറ്റ് ഹാൻഡ്, ഷോ അപ്പ് ആൻഡ് റൂൾ ഔട്ട്. ഈ ഇത്രയേ ഉള്ളൂ കേട്ടോ, 7 ഉള്ളൂ നമുക്ക് പഠിക്കാൻ ഇന്ന്. ദ സ്റ്റേറ്റ് ഗവൺമെന്റ് ഹാഡ് റൂൾഡ് ഔട്ട് നൈറ്റ് കർഫ്യൂ ആൻഡ് വീക്കെൻഡ് ലോക്ക്ഡൗൺ. യെസ്, ഗ്രേറ്റ്. ഓക്കെ അല്ലേ? അപ്പോൾ മറക്കണ്ട, നമ്മുടെ ഫ്രേസസ് വൺ വേർഡ് ഇന്നില്ല. പിന്നെ നമുക്കുള്ളത് ഫ്രേസൽ വേർബ് ആൻഡ് ഫ്രേസസേ ഉള്ളൂ നമുക്ക് കേട്ടോ. That's it. Let's move to the words. മറ്റു വേർഡ്സിലോട്ട് പോകാം നമുക്ക്. പാർവതി ഇന്നലെ വന്നിരുന്നു കേട്ടോ, ഇന്നലെ പാർവതി വന്നായിരുന്നു ഹരി. മേക്കപ്പ് ആർട്ടിസ്റ്റ് യൂസ് കൺസീലർ ടു ഗ്ലോസ് ഓവർ ആക്നെ മാർക്സ് ഓൺ ദ ഫേസ് ഓഫ് ആർട്ടിസ്റ്റ്. ആക്നെ അല്ലേ ഉദ്ദേശിച്ചത്? ആക്നെ അല്ലേ? ആക്നെക്ക് ACNE ആണ് കേട്ടോ ആക്നെ, അവിടെ ഈ വേണ്ട കേട്ടോ അനുവേ. ഓൾറൈറ്റ്. അപ്പോൾ നമുക്ക് ഓഗസ്റ്റ് മാസമാണ്, നമ്മൾക്ക് എക്സാമൊക്കെ അറിയാലോ, ബാങ്കിൻ്റെ എക്സാംസും അതൊക്കെ ഉണ്ട്. നമ്മൾ ഉഷാറായിട്ട് പഠനം ആരംഭിക്കേണ്ട സമയമാണ്, പഠനം മുറുക്കേണ്ട സമയമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് കോഴ്സുകളുണ്ട്, നിങ്ങൾ ഫ്രീ യൂട്യൂബ് ക്ലാസ്സുകൾ കാണുന്നതോടൊപ്പം നമ്മുടെ ഓൺലൈൻ കോഴ്സുകളും പരിചയപ്പെട്ടിരിക്കുക. Y314 എന്ന കോഡ് ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് 17% എല്ലാ കോഴ്സുകളും പർച്ചേസ് ചെയ്യാൻ പറ്റും. നമ്മുടെ ടെസ്റ്റ് സീരീസ് ആയിക്കോട്ടെ, മഹാപാക്ക് ആയിക്കോട്ടെ, നമ്മുടെ ഇൻഡിവിജ്വലായിട്ട് വീഡിയോ ക്ലാസ്സുകളായിക്കോട്ടെ കേട്ടോ. അപ്പോൾ നമ്മുടെ സുപ്രീം കോർട്ട് അസിസ്റ്റന്റിന്റെ ക്ലാസ്സുകൾ ആരംഭിച്ച് ഞാൻ പറഞ്ഞിരുന്നു. 3400 രൂപയാണ് കോഴ്സ് ഫീ. ടെസ്റ്റ് സീരീസും ഇ ബുക്കും ഒക്കെ അടങ്ങുന്ന കംപ്ലീറ്റ് പ്രിപ്പറേഷൻ ബാച്ചിൽ നിങ്ങൾക്ക് ഒബ്ജക്റ്റീവ് ഇംഗ്ലീഷും ഒബ്ജക്റ്റീവ് പേപ്പറും ഡിസ്ക്രിപ്റ്റീവ് പേപ്പറൊക്കെ നമ്മൾ കൈകാര്യം ചെയ്യുന്നുണ്ട്. അപ്പോൾ ധൈര്യമായിട്ട് വന്ന് ജോയിൻ ചെയ്യാം. ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. ജൂലൈ 14 14-ാം തീയതി 3 ക്ലാസ്സുകൾ ഡെയിലി ഉണ്ട്. സൺഡേ മാത്രം ഓഫാണ്, 2 മണിക്ക്, 5 മണിക്ക്, 8 മണിക്ക്. ഇനിയും ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ വേഗം വന്ന് ജോയിൻ ചെയ്യാം കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ അസ്ത്ര 2.0 SSCക്ക് വേണ്ടിയിട്ടുള്ള ബാച്ച് റണ്ണിങ് ആണ്. ജൂലൈ 1-ാം തീയതി ആരംഭിച്ച ക്ലാസ്സാണ്. ഡെയിലി ക്ലാസ് ഇല്ല, മൺഡേയ്സ്, വെൻസ്ഡേയ്സ് ആൻഡ് ഫ്രൈഡേയ്സ് ആണ്. സോ ഫ്രൈഡേയ്സ് ആൻഡ് സാറ്റർഡേയ്സ് 4 ദിവസം, ആഴ്ചയിൽ 4, ബാക്കി ദിവസം പഠിക്കാൻ നമുക്ക്. ഓർക്കുക 3 and 6:30 ടൈമിലാണ് നമുക്ക് ക്ലാസ്സുകളുള്ളത്. 2400 രൂപയാണ് കോഴ്സ് ഫീ. നിങ്ങൾ എന്ത് ചെയ്യണം? കോഴ്സ് പർച്ചേസ് ചെയ്യാത്തവർ പർച്ചേസ് ചെയ്യുക. കാരണം SSC എക്സാം, സെൻട്രൽ ഗവൺമെൻറ് എക്സാം ഈ വർഷം നല്ല ഓപ്പർച്യൂണിറ്റിയാണ്, ഭയങ്കര വേക്കൻസി ഉണ്ട്. അത്യാവശ്യം നന്നായി പ്രിപ്പയർ ചെയ്താൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ലിസ്റ്റിൽ കയറാം. അത് മറക്കണ്ട. കോഡ് മറക്കണ്ട, Y314 Y314 എന്ന കോഡ്. ഓഫേഴ്സ് കൊടുക്കുക, അവിടെ എൻ്റെ കൂപ്പൺ കോഡിൽ Y314 എന്ന കോഡ് അടിച്ചു കൊടുത്താൽ മതി. യു വിൽ ഗെറ്റ് ദി ഡിസ്കൗണ്ട്, 17% ഡിസ്കൗണ്ട് കിട്ടും. ഓക്കെ, അപ്പം നോക്കി പിള്ളേരെ, ആദ്യത്തെ വേർഡ്, ലെറ്റ് സ്റ്റാർട്ട് വിത്ത് വേർഡ് ബാരിയർ. എന്താ ബാരിയർ? ലാംഗ്വേജ് ബാരിയർ എന്നൊക്കെ കേട്ടിട്ടില്ലേ? ബാരിയർ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു തടസ്സം അല്ലെ, ഒബ്സ്റ്റക്കിൾ അല്ലെങ്കിൽ ഫെൻസ്, റെയിലിംഗ്, ഹേർഡിൽ എന്നൊക്കെ പറയാം നമുക്ക്. ബാരിയർ, ലാംഗ്വേജ് ബാരിയർ ഒക്കെ പറയുന്ന പോലെ ബാരിയർ അല്ലേ. സോ ബാരിയർ ഇസ് ഫെൻസ്, ഒബ്സ്റ്റക്കിൾ, റെയിലിംഗ് അല്ലെങ്കിൽ ഹേർഡിൽ എന്ന് നമുക്ക് പറയാൻ പറ്റും. ദാറ്റ് ഇസ് നമ്മുടെ ബാരിയർ. അടുത്ത് റാഷണൽ, കേട്ടുപരിചയമുണ്ടല്ലോ റാഷണൽ. നമ്മുടെ റീസൺ, ലോജിക്, ബേസ്, ഗ്രൗണ്ട്സ് എന്നൊക്കെ പറയില്ലേ, അതാണ് റാഷണൽ. വാട്ട് ഈസ് ദ റാഷണൽ ബിഹൈൻഡ് ദിസ് ഇൻവെസ്റ്റിഗേഷൻ, ഓർ വാട്ട് ഈസ് ദ റാഷണൽ ബിഹൈൻഡ് യുവർ ഡിസിഷൻ? എന്താ ഇതിൻ്റെ ഉള്ളിലെ ലോജിക്ക് എന്താണെന്ന് എനിക്ക് പിടി കിട്ടുന്നില്ലടാ അല്ലേ. നിങ്ങൾ എനിക്ക് മനസ്സിലാവുന്നില്ല പ്രഭ പറയില്ലേ, അതുപോലെ വാട്ട് ഈസ് ദ റാഷണൽ ബിഹൈൻഡ് ദിസ് ഡിസിഷൻ എന്താണോ അല്ലേ, ഓർത്ത് നോക്കാം. നോക്കട്ടെ, യെസ്, സെൻറ്റൻസ് പോരട്ടെ. ഓക്കെ, പനിയായിരുന്നു, പാർവതി വന്നല്ലോ. ഓക്കെ, യെസ്, പനി കുറവുണ്ടോ? അത് തന്നെ, പനി കുറവുണ്ടോ പാർവതി? ഷീ ഗ്ലോസ്ഡ് ഓവർ ഡ്രക്കോണിൻ ബിഹേവിയർ. ഗ്ലോസ് ഓവർ അല്ലേ, ഗ്ലോസ് ഓവർ കൊടുക്കുക ഷമാസെ. ഷീ ഗ്ലോസ്ഡ് ഓവർ ഹെർ ഡ്രക്കോണിൻ ബിഹേവിയർ. ഓവർ ഹെർ ഡ്രക്കോണിൻ ബിഹേവിയർ വിത്ത് ഹെൽപ്പ് ഓഫ് ഹാൽക്കോൺ ഡേയ്സ്. ഹെൽപ്പ് എല്ല് വിട്ടുപോയല്ലോ. യെസ്, ഓക്കെ, യെസ്. പ്രവി ഗുഡ് മോർണിംഗ്. ഷമാസും ഗുഡ് മോർണിംഗ്. Teacher impresses upon a working of AC generator to students. Great. Yes. All right. That is great. പോവാം. അടുത്ത് സബ്സ്റ്റാൻറ്റീവ്. എന്താ സബ്സ്റ്റാൻറ്റീവ് എന്ന വാക്കിൻ്റെ അർത്ഥം? സബ്സ്റ്റാൻറ്റീവ് ഈസ് എൻ അഡ്ജക്റ്റീവ്. സബ്സ്റ്റാൻറ്റീവ് മെഷേഴ്സ് കേട്ടില്ലേ? ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എന്ന് പറയും, അല്ലെങ്കിൽ മീനിങ് ഫുൾ ആയിട്ടുള്ള, അല്ലെങ്കിൽ കൺസിഡറബിൾ ആയിട്ട്. അത് കാണത്തൊക്കെ ഉണ്ട്. കൺസിഡറബിൾ ആണെങ്കിൽ സൈസിബിൾ ആണ്, നമുക്ക് കാണാൻ മാത്രം, ഇമ്പോർട്ടൻസ് ഉള്ള എത്രയും എന്നാണ് കൺസിഡറബിളിൻ്റെ അർത്ഥം അല്ലേ. സബ്സ്റ്റാൻറ്റീവ്, കൺസിഡറബിൾ, മീനിങ് ഫുൾ, ഇമ്പോർട്ടൻ്റ് ഒരേ സാധനമാണ് ഇതൊക്കെ അല്ലേ, ഓർത്തിരുന്നോണേ. അടുത്ത നോക്കിയേ, ഇൻഡിക്കേഷൻ. എന്താ ഇൻഡിക്കേഷൻ? ഇറ്റ്സ് എ സ്ട്രോങ് ഇൻഡിക്കേഷൻ ദാറ്റ് ദർ ഇസ് സംതിങ് മിസ്സിങ്. എന്തോ കാര്യം ഇവിടെ മിസ്സിങ് ആണെന്നുള്ളൊരു ഇൻഡിക്കേഷൻ ഇവിടെ കാണുന്നുണ്ട് എന്നൊക്കെ പറയില്ലേ. സോ ഇൻഡിക്കേഷൻ മീൻസ് സൈൻ അല്ലേ, ഒരു അടയാളം. ഇൻഡിക്കേറ്റർ, സിംറ്റം, മാർക്ക് എന്ന് പറയും ഇൻഡിക്കേഷൻ. വളരെ എന്താ പറയുക, ഇന്നത്തെ വൊക്കാബൊക്കെ വളരെ സിമ്പിൾ വൊക്കാബാണ് കേട്ടോ, വളരെ സിമ്പിൾ വൊക്കാബ്. നമ്മൾ വളരെ എന്താ പറയുക, കോമൺ ആയിട്ട് കേട്ട് പരിചയമുള്ള വൊക്കാബാണ്. ഓക്കെ അല്ലേ, അത് നമുക്ക് ചെയ്യാം.
അടുത്ത നോക്കിക്കേ, yield. എന്താ yield എന്ന വാക്കിന് അർത്ഥം? yieldന് രണ്ടർത്ഥം ഉണ്ടേ. yield എന്ന വാക്കിന് രണ്ടർത്ഥം, നൗൺ ആയിട്ടും വേർബ് ആയിട്ടും ഉപയോഗിക്കാം. yield എന്ന് പറഞ്ഞാൽ പ്രൊഡ്യൂസ്. നമ്മൾ അഗ്രികൾച്ചർ, നമ്മൾ കൃഷിക്ക് കിട്ടുന്ന നമുക്ക് കിട്ടുന്ന വിളയില്ലേ, വിളവ്, അതിന് നമ്മൾ yield എന്നാ പറയാം. സോ വേർബ് ആയിട്ട് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം പ്രൊവൈഡ് ചെയ്യുക, പ്രൊഡ്യൂസ് ചെയ്യുക. പ്രൊഡ്യൂസ്, അതിനാണ് കേട്ടോ പ്രൊഡ്യൂസ് എന്ന് പറഞ്ഞ നൗണ്. പ്രൊഡ്യൂസ് ചെയ്യുക വേർബും ഉണ്ട് കേട്ടോ, പ്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ള വേർബും ഉണ്ട്. അതുപോലെ തന്നെ പ്രൊവൈഡ് ചെയ്യുക എന്നൊരു വേർബ് ഉണ്ട്. അതുപോലെ വേറെ അർത്ഥം yield-നുള്ള എന്താ? അടിയറവ് പറയുക അല്ലെ, സറണ്ടർ ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ എന്ത് പറയും, ക്യാപിച്ചുലേറ്റ് ചെയ്യുക എന്നൊക്കെ നമ്മൾ പറയും അല്ലെ. സറണ്ടർ ചെയ്യുക അല്ലെങ്കിൽ ക്യാപിച്ചുലേറ്റ് ചെയ്യുക, അടിയറവ് പറയുക എന്ന് ഈ പറയുന്ന yield അർത്ഥമുണ്ട്. രണ്ടർത്ഥമുണ്ട്, നൗണായിട്ടും വേർബായിട്ടും ഉപയോഗിക്കാം. ഒന്ന് നമ്മൾ പറഞ്ഞല്ലോ, വിളവ് അല്ലെ, പ്രൊഡ്യൂസ് എന്ന് പറയാം. അല്ലെങ്കിൽ വേർബായിട്ട് പറയുമ്പോൾ പ്രൊഡ്യൂസ് ചെയ്യുക, പ്രൊവൈഡ് ചെയ്യുക എന്ന അർത്ഥമുണ്ട്. അതല്ലാതെ yield-ന് വേറെ അർത്ഥം സറണ്ടർ ചെയ്യുക, ക്യാപിച്ചുലേറ്റ് ചെയ്യുക, അടിയറവ് പറയുക. ദാറ്റ് ഇസ് ഇറ്റ്. അറിയാലോ, ഇതൊക്കെ യൂസേജ് ഉണ്ട്, ഓർത്ത് വെച്ചോണം. ഓക്കെ, ദ പോലീസ് പുട്ട് എ ബാരിയർ. ബാരിക്കേഡ് എന്നൊക്കെ പറയുന്ന സാധനം. യെസ്, ഗ്രേറ്റ്. ശ്രീദേവി, ഗുഡ് മോർണിംഗ്. ദ റാഷണൽ ബിഹൈൻഡ് ദിസ് ന്യൂ പ്രോജക്ട്സ്. ക്ഷമാസേ, ദിസ് ന്യൂ പ്രോജക്ട്സോ, തെറ്റ്. ദിസ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഇത്. ഒരെണ്ണത്തിന് ദിസ് നമ്മൾ കൊടുക്കുക അല്ലേ, ഒരെണ്ണത്തിന് നമ്മൾ ദിസ് കൊടുക്കും. അപ്പോൾ ഒന്ന് ഈസ് ദിസ്. ദിസ് എന്ന് പറഞ്ഞാലും ദാറ്റ് എന്ന് പറഞ്ഞാലും, ദിസ് ഓർ ദാറ്റ് കേട്ടോ, രണ്ടും ദിസും ദാറ്റും നമ്മൾ എന്തിനാണ് ഉപയോഗിക്കുന്നത്? ഡെമോൺസ്ട്രേറ്റീവ്സ് ആണ്, രണ്ടും സിംഗുലർ ആണല്ലോ. അപ്പൊ ഇതിന്റെ പ്ലൂറൽ എന്താ? ദീസ് കൊടുക്കുക, അല്ലെങ്കിൽ എന്ത് കൊടുക്കണം? ദോസ് കൊടുക്കണം. അവ, ഇവ, അവ, പ്ലൂറൽ കൊടുക്കണം. ഡിമോൺസ്ട്രേറ്റീവ്സ് ഇടയ്ക്കിടയ്ക്ക് എക്സാമിന് പോരാറുണ്ട്, എറർ സ്പോട്ടിങ്ങിൽ. ശ്രദ്ധിച്ചോണം ഡിമോൺസ്ട്രേറ്റീവ്സ്, ഇതിൽ കൃത്യം ശ്രദ്ധിക്കണ്ടേ. ചെറിയതാണ് പക്ഷെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, തെറ്റ് പറ്റിയതേക്കുന്നത്. ദ റാഷണൽ ബിഹൈൻഡ് ദീസ് ന്യൂ പ്രോജക്ട്സ്, ഈ പ്രോജക്റ്റുകൾ കേട്ടോ, എങ്ങനെ കൊടുക്കണം കേട്ടോ ഷമാസേ. അപ്പോൾ ദീസ് ന്യൂ പ്രോജക്ട്സ് വിൽ ബി എ ബാരിക്കേഡ് ഓഫ് ദ സ്റ്റോറേജ് വാട്ടർ. ഓക്കെ, ബാരിക്കേഡ് ഫോർ ദി സ്റ്റോറേജ് ഓഫ് വാട്ടർ. ദാറ്റ് ഇസ് ഗ്രേറ്റ്, ദാറ്റ് ഇസ് ഗ്രേറ്റ്, ഗ്രേറ്റ്. റാഷണൽ ബിഹൈൻഡ് ഹർ ഡിസിഷൻ ഇസ് സബ്സ്റ്റാൻറ്റീവ്. ദാറ്റ്സ് ഇറ്റ്, ദാറ്റ്സ് ഇറ്റ്, ഗ്രേറ്റ്. ഓക്കെ, അപ്പോൾ സെറ്റ് അല്ലേ. അടുത്തലോട്ട് പോവാണേ. ബിഡ്. ഞാൻ പറഞ്ഞിട്ടുണ്ട് ബിഡ് എന്ന വാക്ക് നൗണായിട്ടും വേർബായിട്ടും ഉപയോഗിക്കാം. രണ്ട് മീനിങ് ബിഡിനുണ്ട്. ഒന്ന് പ്രപ്പോസൽ അല്ലെങ്കിൽ എഫേർട്ട്. നമ്മൾ എടുക്കുന്ന, മുന്നോട്ട് വെക്കുന്ന ഒരു പ്രപ്പോസൽ, നമ്മൾ എടുക്കുന്ന ഒരു എഫേർട്ട്. പ്രപ്പോസൽ ടെൻഡർ എന്നൊക്കെ പറയില്ലേ. ഇപ്പോൾ ഈ പറയുന്ന ബിഡിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ നമ്മൾ ഇത് പറയില്ലേ, ടെൻഡറൊക്കെ വിളിക്കുക, ആ ടെൻഡറല്ലേ, അതൊക്കെ ബിഡിൻ്റെ നൗണാണേ. ടെൻഡർ, പ്രപ്പോസൽ, ഓഫർ, എഫേർട്ട്, അറ്റംപ്റ്റ് എന്നൊക്കെ പറയും. അപ്പോൾ വേർബായിട്ട് പറയുമ്പോൾ രണ്ട് ഉണ്ട് ബിഡിൻ മീനിങ്. ഓഫർ ചെയ്യുക, അറ്റംപ്റ്റ് ചെയ്യുക, എഫേർട്ട് എടുക്കുക, അറ്റംപ്റ്റ് ചെയ്യുക എന്നൊക്കെയുള്ള അർത്ഥമുണ്ട്. വേറൊരു അർത്ഥമുണ്ടോ ബിഡ്? ഡിമാൻഡ് എന്ന അർത്ഥമാണ് അല്ലേ. ബിഡ് ഗുഡ് ബൈ, ബിഡ് ഫെയർവെൽ എന്നൊക്കെ പറയില്ലേ ബിഡ്. ഈ ബിഡ് ഉണ്ടല്ലോ, നമ്മൾ ഓഫർ ചെയ്യുക എന്നുള്ള അർത്ഥം ഉണ്ടല്ലോ, അതായത് ലേലം വിളിക്കുക എന്നുള്ള അർത്ഥം ഉണ്ടല്ലോ, ആ ബിഡിൻ്റെ V1, V2, V3 ഒക്കെ ബിഡ് തന്നെയാണ് കേട്ടോ. ബിഡ് തന്നെയാണ് V1, V2, V3. V1, V2, V3 റെഗുലർ ആയിട്ടുള്ള സാധനമാണ്. പക്ഷേ മറ്റേ ബിഡുണ്ടല്ലോ, ഈ ഡിമാൻഡ് എന്നർത്ഥം വരുന്ന ബിഡുണ്ടല്ലോ, ഈ ബിഡിൻ്റെ V1 ബിഡാണ്, V2 ബെയ്ഡാണ്, V3 ബിഡനാണ് കേട്ടോ. ഇതാണ് ഇതിൻ്റെ വ്യത്യാസം. ആദ്യം അത് ഓർത്തോണം കേട്ടോ, കാരണം പാസീവ് വോയിസ് ഒക്കെ വരുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഡിഫറൻസ് മനസ്സിലാവുള്ളൂ. ബിഡ്, ബെയ്ഡ്, ബിഡനാണ്. ഡിമാൻഡ് അല്ലേ, ഡിമാൻഡ് ചെയ്യുക അല്ലെങ്കിൽ റിക്വസ്റ്റ് ചെയ്യുക എന്നുള്ള അർത്ഥമുണ്ട് ഈ പറഞ്ഞ ബിഡിന്. ഷി ബെയ്ഡ് ഗുഡ് ബൈ. ഓക്കെ, അങ്ങനെ കാര്യം. അടുത്ത് നോക്കി, ഇമ്പാർട്ട്. ഇമ്പാർട്ട് ചെയ്യുക മീൻസ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, പാസ് ഓൺ ചെയ്യുക, കൺവേ ചെയ്യുക, ഗിവ് ചെയ്യുക, ബെസ്റ്റോ ചെയ്യുക, ഗ്രാൻഡ് ചെയ്യുക എന്നൊക്കെ നമ്മൾ പറയും. ഇമ്പാർട്ട് ചെയ്യുക, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, പാസ് ഓൺ ചെയ്യുക, കൺവേ ചെയ്യുക, ഗിവ്, ബെസ്റ്റോ, ഗ്രാൻഡ് എന്നൊക്കെ പറയില്ലേ, അതാണ് ഇമ്പാർട്ട് എന്ന വാക്കിൻ്റെ അർത്ഥം. ഓർത്തോണേ. അടുത്ത് നോക്കിയേ, ത്രെഡ് ബെയർ. എന്താ ത്രെഡ് ബെയർ എന്ന വാക്കിൻ്റെ അർത്ഥം? ഇറ്റ്സ് ആൻ അഡ്ജക്റ്റീവ്. വോൺ, മോശമായി, അപ്പോൾ വേൺ ആയിപ്പോയി, കീറിപ്പോയി. വെൽ വേൺ, ഓൾഡ്, പഴകിപ്പോയി, വോൺ ഔട്ട് ആയി എന്നൊക്കെ പറയില്ല, അതാണ് ഈ ത്രെഡ് ബെയർ എന്ന വാക്കിൻ്റെ അർത്ഥം. മൊത്തം എന്താ പഴകിപ്പോയി, എന്തൊക്കെ പറയില്ല, കീറിപ്പോയി എന്നൊക്കെ പറയാം, അതാണ് ത്രെഡ് ബെയർ എന്ന വാക്കിൻ്റെ അർത്ഥം. മറ്റേ ഒബ്വിയസ് അറിയാലോ. ഒബ്വിയസ് ഇസ് ഭയങ്കര കോമൺ ആയിട്ടുള്ള വാക്കാണ്, ഇന്ന് വളരെ കോമൺ ആയിട്ടുള്ള വേർഡ്സ് ഒക്കെ ഉള്ളത്. ഒബ്വിയസ് മീൻസ് ക്ലിയർ, പ്ലെയിൻ, അപ്പാരൻ്റ് ആണ്, എവിഡൻ്റ് ആണ്, കാണത്തക്ക അല്ലെ, വിസിബിൾ ആണ്. ദാറ്റ് ഈസ് വാട്ട് ഒബ്വിയസ് ഈസ്, ക്ലിയർ ആണ്. അടുത്ത ഡിസൈറബിൾ. ഡിസൈറബിൾ ക്വാളിറ്റി, ഡിസയർ ചെയ്യുന്ന, ഡിസൈറബിൾ ആയിട്ടുള്ള എന്നുള്ള പറഞ്ഞാൽ അഡ്ജക്റ്റീവ് ആണ്. അഡ്വാൻറ്റേജസ് ആണ്, അഡ്വൈസബിൾ ആണ്, വൈസ് ആണെന്നൊക്കെ പറയില്ലേ, ഇതാണ് അഡ്വൈസ് ചെയ്യപ്പെടുന്നത് അല്ലെ, വൈസ് ആയിട്ടുള്ള ഇതാണ്. ഡിസൈറബിൾ ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ ഇതൊക്കെയാണ് എന്ന് പറയില്ലേ, ഡിസൈറബിൾ ആണ് അല്ലെ. കമ്പ്യൂട്ടർ പ്രൊഫഷൻസി ഈസ് ഡിസൈറബിൾ. ചില പോസ്റ്റിലായിട്ട് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ പറയില്ലേ, കമ്പ്യൂട്ടർ പ്രൊഫഷൻസി ഒരു ഡിസൈറബിൾ ക്വാളിറ്റി മാത്രമാണ്, വേണം നിർബന്ധമില്ല, അതൊരു എക്സ്ട്രാ ബെനിഫിറ്റ് ആണ് നിങ്ങൾക്ക് എപ്പോഴും എന്ന് പറയില്ലേ. അഡ്വാൻറ്റേജസ് ആണ്, അഡ്വൈസബിൾ ആണ്, വൈസ് ആണെന്ന് പറയും. ദാറ്റ് ഇസ് ഡിസൈറബിൾ. ഓർത്തോണ പിള്ളേരെ. ലെറ്റ് മീ റീഡ് യുവർ സെൻറ്റൻസസ് എന്തായാലും. ഓക്കെ,
The High Court questioned rationale behind fixing rates for treating post-COVID complications. Great. I haven't seen any rationale on EP Jayarajan's pronunciation about flagging of Indigo airline. That's great. Life may full of Allah. Ajo, life may be full of obstacles. Life may Allah. May കഴിഞ്ഞിട്ട് അവിടെ verb വേണം. അത് നിർബന്ധമാണ്. Modal auxiliary verb main verb അല്ല. എപ്പോഴും മോഡൽ ഓക്സിലറി വെർബിനെ കാണുമ്പോൾ ഓർത്തു മോഡൽ ഓക്സിലറി വെർബ് എന്നൊരു യൂസേജ് ഇവിടെ ഉണ്ടെങ്കിൽ അതിനുശേഷം എപ്പോഴും എന്ത് കാരണവശാലും മോഡൽ ഓക്സിലറി വെർബിന് ശേഷം ഒരു V1 വേണം, മെയിൻ വെർബ് വരണം. ആൻഡ് ആ മെയിൻ വെർബ് എപ്പോഴും എന്തായിരിക്കണം? വെർബിന്റെ ഫസ്റ്റ് ഫോമും ആയിരിക്കണം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഏതൊരു മോഡൽ ഓക്സിലറി വെർബ് വന്നാലും അത് ഓക്സിലറി വെർബ് മാത്രമല്ലേ, അതിന് ശേഷം വരുന്ന മെയിൻ വെർബ്, ആ മെയിൻ വെർബ് V1 ആയിരിക്കണം. വെർബിന്റെ ഫസ്റ്റ് ഫോം, റൂട്ട് ഫോം ഓഫ് വെർബ് ആയിരിക്കണം. സോ അച്ഛൻ എന്ത് കൊടുക്കണം? ലൈഫ് മേ ബി ഫുൾ ഓഫ്, ലൈഫ് മേ കഴിഞ്ഞിട്ട് B V1 form may be full of obstacles, but it is substantive to overcome it for success in life. Okay, that is great. This monsoon yields excess water in Kerala as well as it is the indication of repetition of 2018. Yeah. Teacher could not understand the rational behavior of the student who fought with another student yesterday. That is great. Proposed data localization of India will serve as significant barriers to digital divide. All right. Bid adieu. Yes, dip in adu enne. Sometimes I find it difficult to impress upon my rationale to others. That is great. The bidding of the positions was substantiated at this juncture. Alle? Substantiated എന്നല്ല ഉദ്ദേശിക്കുന്നേ. സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യുക ഈസ് വേർബ് ആണ്. അപ്പം അതിൻ്റെ V3 ഫോം കൊടുക്കണം കേട്ടോ ഷമാസെ. വാസ് അല്ലേ, B+V3 ഫോം കൊടുത്തു. ദ ബിഡിങ് ഓഫ് ദ പൊസിഷൻസ് was substantiated at this juncture. Keto. Kerala will impart disaster management literacy among citizens. That's great. Substantive evidence are against Rahul and it is very difficult to break this barrier and prove as an innocent what? Innocent person എന്ന് കൊടുക്കണ്ടേ? ആസ് ആൻ കൊടുത്തിട്ടുള്ളതുകൊണ്ട് എന്തായാലും നൗൺ വേണം കേട്ടോ. പാർവതി എയും ആൻഡേയും കൂടെ നമ്മൾ എയും ആനും എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഡെഫിനിറ്റ് ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾസ് ആണ് അല്ലേ. ഇവയുടെ കൂടെ എപ്പോഴും കൊടുക്കണം SCN, സിംഗുലർ ആയിട്ടുള്ള കൗണ്ടബിൾ ആയിട്ടുള്ള നൗണിൻ്റെ കൂടെ മാത്രമേ നമ്മൾ എയും ആനും ഉപയോഗിക്കുള്ളൂ. ദാറ്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ എന്ത് കൊടുക്കണം? ഇവിടെ ഒരു നൗൺ കൊടുക്കണം. ആസ് ആൻ ഇന്നസെൻറ്റ് പേഴ്സൺ എന്ന് കൊടുത്തോളൂ. ഓക്കെ. ത്രെഡ് ബെയർ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ പഴകിയതായിട്ടുള്ള അല്ലെ വോൺ ഔട്ട് ആയിട്ടുള്ള, വോൺ ഔട്ട് നമ്മൾ ഇട്ടിട്ടിട്ടങ്ങ് മുഷിഞ്ഞു എന്ന് പറയില്ലേ, വെൽ വോൺ ആയിട്ടുള്ള, ഓൾഡ് പഴയത്, അതാണ് ഇതിൻ്റെ അർത്ഥം. ത്രെഡ് ബെയർ അഡ്ജക്റ്റീവ് ആണ്. ഓർത്തോളാം. ഇതെല്ലാം V3 അല്ലേ? നോക്കിയാൽ V3 ഫോമാ. വോൺ, വെൽ വോൺ, ഓൾഡ്, വോൺ ഔട്ട് ഒക്കെ V3 ഫോമുലേഷനാണ്. ഓക്കെ, അതാണ്. യെസ്. Societal progress begins with imparting education to the weak sections of society. Yes. When I'm with my friends, it imparts a positive energy. That's great. COVID rips through threadbare healthcare system of rural India. Okay, yeah, that is great. Moving on, അടുത്ത സെറ്റ് നോക്കിയേ. റീറ്റെയിൻ ചെയ്യുക. വാട്ട് ഈസ് റീറ്റെയിൻ? റീറ്റെയിൻ ചെയ്യുക മീൻസ് കീപ്പ് ചെയ്യുക. ഒരു കാര്യം നമ്മൾ കീപ്പ് ചെയ്യുക, കണ്ടിന്യൂ ചെയ്യുക, ഹോൾഡ് ഓൺ ടു സംതിങ്, റിസർവ് ചെയ്യുക. ദാറ്റ് ഈസ് റീറ്റെയിൻ. റീറ്റെയിൻ ദ പേസ്. While you prepare for a competitive exam, retain your pace. ആ പേസ് റീറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുക. സ്ലോ ഡൗൺ ചെയ്ത് പോകരുത്. ഒരേ പേസിൽ കണ്ടിന്യൂ ചെയ്ത് പോകാൻ ശ്രമിക്കുക. ഇൻ ബിറ്റ്വീൻ ടേക്ക് എ ബ്രേക്ക്, ബട്ട് റീറ്റെയിൻ യുവർ സ്റ്റഡീസ്. റീറ്റെയിൻ ദ പേസ് എന്ന് പറയും. ദാറ്റ് മീൻസ് കീപ്പ്, ഹോൾഡ് ഓൺ ടു, കണ്ടിന്യൂ, റിസർവ് എന്നൊക്കെ പറയാം. ദാറ്റ് ഇസ് റീറ്റെയിൻ. ഓർക്കുക കേട്ടോ. യെസ്. റെഡ് പ്രിൻസ് ഗുഡ് മോർണിംഗ്. എനിക്ക് താമസിച്ചോ? ഫാത്തിമ ഗുഡ് മോർണിംഗ്. ഇന്നലെ ആയിരുന്നു ഫേസ് 10 റീഡിംഗ് കോമ്പ്രിഹെൻഷൻ ഒക്കെ കുഴപ്പമില്ലാതെ ചെയ്യാൻ പറ്റി. ഓക്കെ ഗ്രേറ്റ്. അതെനിക്ക് ഇഷ്ടപ്പെട്ടു. സന്തോഷം. നമുക്ക് നല്ല റിസൾട്ട് പ്രതീക്ഷിക്കാം കേട്ടോ ഷിറിൻ. All the best. Her children bid a laptop for their studies. All right. Offered alle. Okay, kolla. Default sentence is awarded by court in addition to substantive sentence. All right, that's great. Rafique sentence rub ചെയ്തല്ലോ. വീണ്ടും ഇട്ടോളൂ, കുഴപ്പമില്ല. Will correct, കുഴപ്പമില്ലല്ലോ. It is obvious from the evidence adduced that he's guilty. That's great. Even though the bridges, even though gap ഉണ്ട് കേട്ടോ ഷമാസെ, ബ്രേക്ക് വേണം. ഈവൻ ദോ, രണ്ട് വേർഡാണത്. ഓക്കെ. ഈവൻ ദോ ദ ബ്രിഡ്ജസ് ബിൽഡ് ഡ്യൂറിംഗ് ദ റൂൾ ഓഫ് ബ്രിട്ടീഷേഴ്സ് എന്ന് നമ്മൾ പറയില്ല. റൂൾ ഓഫ് ബ്രിട്ടീഷ് എന്ന് പറയുന്നത് ആ പീപ്പിളിന് ബ്രിട്ടീഷ് എന്നാണ് പറയുന്നത്. ലാംഗ്വേജിന് ബ്രിട്ടീഷ് പറയും. എനിത്തിങ് റിലേറ്റഡ് ടു ബ്രിട്ടീഷ് ഈസ് ബ്രിട്ടീഷ്. യു ക്യാൻ സേ ലൈക്ക് ദിസ്. കേട്ടോ, ഇങ്ങനെ പറയാം. ഈവൻ ദോ ദ ബ്രിഡ്ജസ് ബിൽഡ് ഡ്യൂറിംഗ് ദ റൂൾ ഓഫ് ബ്രിട്ടീഷ് were threadbare, yet they are
robust. That is great. Some VIPs in society imparted their rumors on aspirants, which devises their threadbare mind. That is great. Worn out mind, yeah. Geo Group comes up with a bid for 5G spectrum. Yes. തീരെ നെറ്റ്വർക്ക് കിട്ടുന്നില്ല. അയ്യോ ശോ. മഴയുടെ ആയിരിക്കും അഭിനയം. സാരമില്ല, ട്രൈ ചെയ്ത് നോക്ക്. പറ്റില്ലെങ്കിൽ പയ്യെ നമുക്ക് പിന്നെ കാണാം കേട്ടോ. റെക്കോർഡായിട്ട് കണ്ടാലും മതി. ഓക്കെ ഓക്കെ. അഭിനയം ഓക്കെ അല്ലേ? ഇപ്പം പനിയൊക്കെ ഉണ്ടായിരുന്നല്ലോ, കുറഞ്ഞോ? അപ്പം എല്ലാവരും ലൈവിലുള്ള പിള്ളേരൊക്കെ ഒന്ന് ഉഷാറായിക്കേ. ഷോ മി സം ലവ് ആൻഡ് സപ്പോർട്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒരു ലൈക്ക് ഇട്ടേ അല്ലേ? ഇത്രയും പേര് ലൈവിലുള്ളതല്ലേ? നമ്മുടെ കുട്ടികളെല്ലാവരും ലൈവിലുണ്ട്. നോക്കി 16 പേരോ 17 പേര് ലൈക്ക്. ദാറ്റ് ഈസ് സോ ബാഡ്. ഞാൻ പറയണോ? ഷോ മി സം ലവ് ആൻഡ് സപ്പോർട്ട് പിള്ളേരെ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഇടുക. അതുപോലെ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുത്തേ അല്ലേ? മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുത്തേ. നമുക്ക് മുന്നോട്ട് പോകണ്ടേ? യെസ്. ഓക്കെ. ദ threadbare technologies used in this projects have to be ruled out. That is great. Yes. Great. അടുത്ത് നോക്കാം. യാ, നോക്കി പിള്ളേരെ. അവേർഷൻ. എന്താ അവേർഷൻ എന്ന വാക്കിൻ്റെ അർത്ഥം? അവേർഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പറയില്ലേ, വെറുപ്പ് പറയില്ലേ? ഒരു കാര്യത്തിൽ നമുക്ക് വളരെ ഒരു ഡിസ്ലൈക്കാണ്, സ്ട്രോങ് ഡിസ്ലൈക്ക്. ചെറുതല്ല, സ്ട്രോങ് ഡിസ്ലൈക്കാണ് അവേർഷൻ. ഓക്കെ. ഡിസ്ഇൻക്ലിനേഷൻ അല്ലെങ്കിൽ ഡിസ്റ്റേസ്റ്റ്. ഞാൻ ഓൾറെഡി നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഡിസ് എന്ന വാക്ക് കാണുമ്പോൾ തന്നെ ഓർത്തുള്ളൂ. ദാറ്റ് ഇസ് നെഗറ്റീവ് വേർഡ്. അപ്പോൾ നോക്കിയേ, ഡിസ്ലൈക്ക്, ഡിസ്ഇൻക്ലിനേഷൻ, ഡിസ്റ്റേസ്റ്റ്. അവേർഷൻ ഇസ് നെഗറ്റീവ് വേർഡ്. ആ വേർഡിൻ്റെ മീനിങ്സ് ആണ് സ്ട്രോങ് ഡിസ്ലൈക്ക്, ഡിസ്ഇൻക്ലിനേഷൻ, ഡിസ്റ്റേസ്റ്റ് എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും. അടുത്ത് നോക്കിയേ, ഡിസ്പാഷനറ്റ്ലി. അഗൈൻ ഡിസ് കണ്ട നെഗറ്റീവ് വേർഡാന്ന് ഓർത്തുള്ള. ഡിസ്പാഷനറ്റ്ലി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പാഷൻ ഇല്ലാത്ത, അൺഇമോഷണലി, ഇംപാസീവ്ലി അല്ലേ, അൺസെന്റിമെന്റലി എന്നൊക്കെ പോലെ, സെന്റിമെന്റ്സ് ഒട്ടും ഇല്ലാത്ത രീതിയിലുള്ളത്. ദാറ്റ് ഇസ് എൽവൈ ആണ്. അപ്പോൾ തന്നെ ഓർത്തോളം സഫിക്സ് കൂടെ ഉണ്ട്. അപ്പോൾ എൽവൈ ആണ്, അഡ്വേർബ് ആണ്. അഡ്ജക്റ്റീവിനോട് എൽവൈ ഇട്ട് കൊടുത്താൽ അഡ്വേർബ് കിട്ടും. ഡിസ്പാഷനറ്റ്ലി, പാഷനറ്റ്, ഡിസ്പാഷനറ്റ്, ഡിസ്പാഷനറ്റ്ലി എന്ന് പറയുമ്പോൾ സഫിക്സും പ്രിഫിക്സും ഒക്കെ ഉണ്ട് അല്ലേ? അൺഇമോഷണലി, ഇംപാസീവ്ലി എന്നൊക്കെ പറയാം. അടുത്തത് കൊണൻഡ്രം. കുറേ നാളായാലും ഇപ്പോൾ കൊണൻഡ്രം കേട്ടിട്ട്. കൊണൻഡ്രം നമ്മൾ എപ്പോഴും കേൾക്കുന്ന വാക്കാണ്. കൊണൻഡ്രം മീൻസ് കൺഫ്യൂഷൻ, പ്രോബ്ലം, ഡിഫിക്കൽട്ടി എന്നൊക്കെ നമ്മൾ പറയും. എന്തോ ഒരു ചെറിയ പ്രശ്നം ഉണ്ടല്ലോ, ദാറ്റ് ഇസ് കൊണൻഡ്രം. ദർ ഇസ് എ കൊണൻഡ്രം റിഗാർഡിംഗ് ദിസ്, റിഗാർഡിംഗ് ദി ഡിസിഷൻ, പ്രപ്പോസൽ, സംതിങ് ലൈക്ക് ദാറ്റ് പറയാം. ഫറ്റീക്ക്. എന്താണ് ഫറ്റീക്ക് എന്ന വാക്കിൻ്റെ അർത്ഥം? ബോഡി ഭയങ്കര ടയേർഡ് ആയിരിക്കുന്ന ഒരു അവസ്ഥയ്ക്ക് നമ്മൾ പറയുന്ന പേരാണ് ഫറ്റീക്ക്. ഡു യു ഫീൽ എനി ഫറ്റീക്ക്? എന്തെങ്കിലും ടയേർഡ്നെസ് ഉണ്ടോ? അതായത് ഭയങ്കര കൂടിയ ടയേർഡ്നെസ് ഉണ്ടല്ലോ, വേറിനെസ്, ടയേർഡ്നെസ്, അതിനാണ് ഫറ്റീക്ക് എന്ന് പറയാം. ഓക്കെ. വേർബായിട്ടും ഫറ്റീക്ക് ഉപയോഗിക്കും. ഫറ്റീക്ക് ചെയ്യുക, ടയർഡ് ആകുക, ഓർ എക്സോസ്റ്റ് ആവുക. ദാറ്റ് ഇസ് ഫറ്റീക്ക്. വേർബായിട്ടും നൗണായിട്ടും ഉപയോഗിക്കാം കേട്ടോ പിള്ളേരെ. യെസ്. എല്ലാവർക്കും നെറ്റ്വർക്ക് ഇഷ്യൂ ഉണ്ട്. മഴയുടെ ആണ് കേട്ടോ പിള്ളേരെ, മഴ കൊണ്ട് തന്നെയാണ്. ഓക്കെ, ഓൾ റൈറ്റ്. സോനൽ ഗുഡ് മോർണിംഗ്. ഇച്ചിരി ലേറ്റ് ആയല്ലേ? ഇറ്റ്സ് ഓക്കെ, ലേറ്റ് ആയാലും വന്നല്ലോ അല്ലേ? ആഫ്റ്റർ ദ ലോങ് hours of tussle, the government retained the monopoly in infrastructure section. That's great. പിന്നെ അവിടെ നെറ്റ്വർക്ക് ഇഷ്യൂ ഉണ്ടാവും. ഓക്കെ. ഡിസൈറബിൾ ക്വാളിറ്റീസ് ഇസ് നോട്ട് an essential one. All right. Great. സെക്ടർ, ഇൻഫ്രാസ്ട്രക്ചർ സെക്ഷന് പകരം സെക്ടർ. ദാറ്റ് ഇസ് ഗ്രേറ്റ് കേട്ടോ, അത് നന്നായി. I have a strong aversion to the club's decision of calling a guest. Yes. Okay. I have strong aversion to the club's decision of calling a guest. All right, that's great. Ardra. It is necessary that the UPSC aspirants to retain. It is ഇവിടെ necessary that കഴിഞ്ഞിട്ട് പിന്നെ ടു ഇൻഫിനിറ്റി കൊടുക്കില്ല. ദാറ്റ് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ അടുത്ത ക്ലോസ് കൊടുക്കണം കേട്ടോ. ഷൈനി എങ്ങനെ കൊടുക്കുന്നത്? രണ്ട് രീതിയിൽ ഷൈനിക്ക് എഴുതാം. ഇറ്റ് ഈസ് നെസറി ദാറ്റ് ദ UPSC ആസ്പിറൻസ് റീറ്റെയിൻ ദ സ്റ്റഡീസ്. അവിടെ ടു വേണ്ട, അല്ലാതെ കൊടുക്കാം. ദാറ്റ് ഉണ്ടെങ്കിൽ ടു ഇല്ലാതെ നേരെ ക്ലോസ് കൊടുത്തങ്ങ് പോകണം. ഇറ്റ് ഈസ് നെസറി ദാറ്റ് ദ UPSC ആസ്പിറൻസ് റീറ്റെയിൻ ദ സ്റ്റഡീസ് ഫോർ അപ്കമിംഗ് കോമ്പറ്റേറ്റീവ് എക്സാംസ്. ഒന്ന്. അല്ലെങ്കിൽ ഇങ്ങനെ കൊടുക്കണം, ഇറ്റ് ഈസ് നെസസറി ഫോർ ദ UPSC ആസ്പിറൻസ് ടു റീറ്റെയിൻ ദ സ്റ്റഡീസ് എന്ന് കൊടുക്കണം. അപ്പോൾ നോക്കിയേ, ദാറ്റ് ഉണ്ടെങ്കിൽ ദാറ്റ് ഇല്ലെങ്കിലും കുഴപ്പമില്ല. ഇറ്റ് ഈസ് നെസറി ദ UPSC ആസ്പിറൻസ് റീറ്റെയിൻ ദ സ്റ്റഡീസ് എന്ന് കൊടുക്കുക. ദാറ്റ് ഉണ്ടെങ്കിൽ ഇല്ലെങ്കിലും കുഴപ്പമില്ല. ആ ടു ഇൻഫിനിറ്റീവ് ഇതിൻ്റെ കൂടെ കൊടുക്കരുത്. ഇല്ലെങ്കിൽ എന്ന് കൊടുക്കണമായിരുന്നു? ഇറ്റ് ഈസ് നെസറി ഫോർ ദ UPSC ആസ്പിറൻസ് ടു റീറ്റെയിൻ ദ സ്റ്റഡീസ് ഫോർ അപ്കമിംഗ് കോമ്പറ്റേറ്റീവ് എക്സാംസ്. രണ്ട് രീതിയിൽ എഴുതാം, ഏതെങ്കിലും ഒന്ന് ചൂസ് ചെയ്തോളൂ കേട്ടോ. കോൺട്രം വിൽ ബി ദെയർ വൈൽ സെലക്ടിങ് എ പാർട്ട്ണർ. ഉറപ്പായിട്ടും ഉണ്ടാവും, ഡിഫിക്കൽറ്റി ഉണ്ടാവും, ഓഫ് കോഴ്സ്. ഈവൻ ഇൻ 21st century, police department adopted brutal methods. Yes, he tries to retain the rung of workout, but he fatigued because of intense workout. That is great. India's aversion to Chinese investments have hampered the creation of a robust supplier ecosystem for mobile and IT device makers. Great. അല്ല,
ക്ലാസ് ക്ലിയർ ആണ്. ഓക്കെ ഓക്കെ. അഖില ഞാൻ TVM അല്ല കേട്ടോ, ഞാൻ വയനാട്ടുകാരിയാണ്. വയനാട്ടിലാണ് ഇവിടെ, വീട്ടിലിരിക്കുന്നു, വയനാട്ടിലിരിക്കുക കേട്ടോ അഖില. അഖില TVM ആണോ, ട്രാൻഡ്രോ ആണോ? വെൽക്കം വെൽക്കം. We can deposit the full amount of money before the bid is beginning. That is great. Okay, അപ്പോൾ ബിഫോർ ദ ബിഡ് ഇസ് ബിഗിനിങ്ങിനേക്കാളും കുറച്ചൊരു ബെസ്റ്റ് യൂസേജസ് അതിൻ്റെ പ്രസന്റ് ടെൻസ് പറഞ്ഞാൽ മതി, സിമ്പിൾ പ്രസന്റ് കൊടുക്കുക. We can deposit the full amount of money before the bid begins. Before the bid begins. That is the best way. അതായിരിക്കും ഏറ്റവും ബെസ്റ്റ് വേ ടു സേ. കേട്ടോ പ്രവി? The fiscal conundrum of the Reserve Bank of India is one of the tussles of the issues in India. Yes. Actually, I have aversion on his unusual conundrum in making decisions. That's great. Great. He's completely dispassionate about the new project as his idea was stepped aside by the management. That's great. Dispassionate efforts to succeed will yield to nothing. Yes. Dispassionate ആണെങ്കിൽ ഒന്നുമില്ല അല്ലേ? Yes, Arthur. Great. അതെ, പുൽപ്പള്ളി വയനാട്. അതെ, പുൽപ്പള്ളിയാണ് കേട്ടോ, ഞാൻ പുൽപ്പള്ളിയാണ്. യെസ്, വയനാട്ടുകാരിയാണ്, പുൽപ്പള്ളിക്കാരിയാണ്. യെസ്. ഫറ്റീഗ് മേക്സ് മീ ലേസി ആൻഡ് ഐ ട്രൈ ടു റീറ്റെയിൻ മൈ സ്റ്റഡീസ്. പുൽപ്പള്ളി കേട്ടുണ്ടാവുമായിരിക്കും, ഇല്ലെങ്കിൽ കേട്ടോണം. നിങ്ങൾക്ക് ചരിത്ര പ്രസക്തിയുള്ളൊരു പോലീസ് സ്റ്റേഷൻ നമ്മുടെ പുൽപ്പള്ളിയിലുണ്ട്. പണ്ട് നമ്മുടെ അജിത നക്സലേറ്റ് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ട് വലിയ ഇഷ്യൂ ഉണ്ടായ ഒരു പോലീസ് സ്റ്റേഷൻ പുൽപ്പള്ളി നമുക്കിവിടെ ഉണ്ട്. ദാറ്റ് ഈസ് സംതിങ് ഹിസ്റ്റോറിക്കൽ എന്നൊക്കെ നമ്മൾ പറയില്ലേ, ഹിസ്റ്റോറിക്കലാണ്, രണ്ടുമാണ്. Fatigue makes me lazy and I try to retain my studies. Great. ഈയിടെയായിട്ടല്ലേ? യാ മനസ്സിലാവും. Okay. I was in the middle of a conundrum. ഞാൻ ഒരു conundrumത്തിൽ പെട്ടിട്ടിരിക്കുക, അതൊരു കൺഫ്യൂഷനിലായിരുന്നു അല്ലേ? That is great. Moving on to next. അപ്പോൾ നമ്മുടെ ബാച്ചിൻ്റെ കാര്യം ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ. ഈസി ഇംഗ്ലീഷ് ബാച്ച് നിങ്ങൾക്ക് ആർക്കെങ്കിലും ബേസിക്സ് കുറവാണെങ്കിൽ, അതല്ല നിങ്ങളുടെ ഫ്രണ്ട്സോ കസിൻസോ റിലേറ്റീവ്സോ ആരെങ്കിലും ഉണ്ട് ഇംഗ്ലീഷിന് ബേസിക്സ് കുറവാണെങ്കിൽ വേറെ എവിടെയും പോകണ്ട. ദിസ് ഇസ് ദ റൈറ്റ് മൊമെന്റ് ആൻഡ് ദിസ് ഇസ് ദ റൈറ്റ് പ്ലേസ് വേർ യു ആർ. അപ്പോൾ നിങ്ങൾ വരിക, നമ്മുടെ കോഴ്സ് 870 rupees, 870 രൂപയ്ക്ക് നിങ്ങൾക്ക് ഇംഗ്ലീഷിൻ്റെ കോഴ്സ്, കംപ്ലീറ്റ് ഇംഗ്ലീഷ് കോഴ്സ് ഇൻ 40 hours 40 മണിക്കൂറിൻ്റെ ക്ലാസ് ഉണ്ട്, നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ബേസിക്സ് മുതൽ കവർ ചെയ്യുന്ന ക്ലാസ്സുകൾ. ഇപ്പോൾ ദേവസ്വം ബോർഡിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികളുണ്ടാവും ഇംഗ്ലീഷിന് വീക്കായിട്ടുള്ള. അതുകൂടാതെ നമ്മൾ 10th മെയിൻസിന് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികളുണ്ടാവും ഇംഗ്ലീഷിന് വീക്കായിട്ടുള്ള. ഡിഗ്രി ലെവൽ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവരുണ്ടാവും. PSC ലെവലിൽ വളരെ ബേസിക്സ് പോലും കൈകാര്യം ചെയ്യാൻ അറിയില്ലാത്ത കുട്ടികളുണ്ടാവും. അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് ഇംഗ്ലീഷിനൊന്ന് സെറ്റ് ആക്കാൻ വേണ്ടി. കാരണം നിങ്ങൾക്കറിയാം ഡിഗ്രി പ്രിലിംസിനാണ് 20 മാർക്കാണ്, നമ്മുടെ സേഫ് ആയിട്ട് വെട്ടേണ്ട മാർക്കാണ്. 10th മെയിൻസ് ആയിക്കോട്ടെ, ഇംഗ്ലീഷ് ഭാഗം നിങ്ങൾ സേഫ് ആക്കിയാൽ ബാക്കി ഭാഗം നമുക്ക് സമാധാനത്തോടെ ഇരുന്ന് എഴുതാം. അത് വലിയ ഇമ്പോർട്ടൻ്റ് ഒരു കാര്യമാണ്. അപ്പോൾ ഇംഗ്ലീഷിന് വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകൾ നമ്മൾ ഓഗസ്റ്റ് 4 സ്റ്റാർട്ട് ചെയ്യാണ്. 2 ക്ലാസ്സുകളുള്ള, എല്ലാ ദിവസവും ഇല്ല, ചില ദിവസങ്ങൾ മാത്രമേ 2 ക്ലാസ് വരുന്നുള്ളൂ. 4 PM to 5 12 to 1 സമയം വരുന്നത്. അത് മാത്രമല്ല 1 മണിക്കൂറിൻ്റെ ക്ലാസ്, ഒരുപാട് ബോറടിപ്പിക്കുന്നൊരു 1 മണിക്കൂറിനോട് പെട്ടെന്ന് ക്ലാസ്സുകൾ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. ഞാനും റീമ മിസ്സും കൂടെയാണ് കൈകാര്യം ചെയ്യുന്നത്. കോഡ് മറക്കണ്ട, ഈ കോഡ് ഉപയോഗിക്കുമ്പോഴാണ് നിങ്ങൾക്ക് ഈ ഡിസ്കൗണ്ടഡ് റേറ്റ് കിട്ടുക 870 കേട്ടോ. Y314 C ഓഫേഴ്സ് കൊടുക്കണം കോഴ്സ് എടുത്ത് കഴിയുമ്പോൾ. അപ്പോൾ ആ കോഴ്സിൽ C ഓഫേഴ്സ് കൊടുക്കുമ്പോൾ, വ്യൂ ഓഫേഴ്സ് കൊടുക്കുമ്പോൾ അവിടെ യൂസ് കൂപ്പോൺ കോഡ്, എൻ്റെ കൂപ്പോൺ കോഡ് അവിടെ കൂപ്പോൺ കോഡിൽ അടിച്ചു കൊടുത്താൽ മതി. Y314 Y314. അതുപോലെ തന്നെ നമ്മുടെ ഡിഗ്രി പ്രിലിംസിൻ്റെ 4ാമത്തെ ബാച്ച് ഓഗസ്റ്റ് 8 ആരംഭിക്കുകയാണ്. ഇനി ആലോചിച്ച് നിൽക്കാൻ സമയമില്ല, നമുക്ക് ഉഷാറായിട്ട് പഠനം തുടങ്ങണം. ഡിഗ്രി പ്രിലിംസിൻ്റെ 4ാമത്തെ ബാച്ചാണ്. മറ്റ് 3 ബാച്ചുകൾ നമ്മൾ ക്ലോസ് ചെയ്തു, ഇപ്പോൾ 4ാമത്തെ ബാച്ചാണ്. നമുക്ക് പഠിക്കാം, പെട്ടെന്ന് ഓടിപ്പിടിച്ച് ചെയ്യാൻ നിങ്ങളെ കൊണ്ട് പറ്റില്ല. നമുക്ക് വളരെ സെറ്റായിട്ട് പോകാൻ തുടങ്ങാം കേട്ടോ. ഓക്കെ, ഇപ്പോൾ 2 ക്ലാസ്സുകൾ ഡെയിലി ഉണ്ടാവും, നമുക്ക് ഉഷാറായിട്ട് പോകണം. ഈ കോഴ്സ് ഫീ ആണെങ്കിലും 2350 രൂപയാണ്, 2530 രൂപ. ഓക്കെ, അപ്പോൾ കോഴ്സ് ഫീ വിത്ത് ഡിസ്കൗണ്ട് ആണ് ഈ എമൗണ്ട്. കോഡ് മറക്കണ്ട, Y314 Y314. നെക്സ്റ്റ് സെറ്റ് പിള്ളേരെ വേരിയസ് എന്ന വാക്ക് കേട്ടിട്ടില്ലേ? വേരി എന്നുള്ളത് അതിൻ്റെ വേർബാണ്. നമ്മൾ വേരിയസ്, ഡിഫറെൻ്റ് ആയിട്ടുള്ള വേരിയസ് പീപ്പിൾ എന്നൊക്കെ പറയുന്ന വേരിയസ് ഇല്ലേ, ആ വേരിയസ് ഈസ് അഡ്ജക്റ്റീവ് ആണേ. വേരിയസ് അഡ്ജക്റ്റീവ്. വേരിയസ്, വെറൈറ്റി എന്നൊക്കെ കേട്ടിട്ടില്ലേ? ഇതെല്ലാം ഒരേ വാക്കുണ്ടോ, ഒരു വേക്കിൽ നിന്ന് വരുന്ന. വെറൈറ്റി, വേരി, വേരിയസ് എന്നുള്ള സാധനം. അപ്പോൾ വേരി ചെയ്യുക എന്ന് പറഞ്ഞാൽ ഡിഫർ ചെയ്യുക, ചേഞ്ച് ചെയ്യുക, ഓൾട്ടർ ചെയ്യുക, റേഞ്ച്, ഒരു റേഞ്ച് ചെയ്യുക, ഈ ലെവലിൽ നിന്ന് ഈ ലെവൽ വരെ റേഞ്ച് ചെയ്യുക എന്ന് പറയില്ലേ, അല്ലെങ്കിൽ എക്സ്റ്റെൻഡ് ചെയ്യുക എന്നൊക്കെ പറയും. ദാറ്റ് ഇസ് വേരി. ഡിഫർ, ചേഞ്ച്, ഓൾട്ടർ, റേഞ്ച് എന്നൊക്കെ നമ്മൾ പറയും. ദാറ്റ് ഇസ് വേരി. അടുത്തത് ഔട്ട് ബ്രേക്ക്. നമ്മൾ കേട്ടില്ലേ, മങ്കി പോക്സ് ഔട്ട് ബ്രേക്ക്. ഔട്ട് ബ്രേക്ക് എന്ന് പറഞ്ഞാൽ ഇറപ്ഷൻ, പെട്ടെന്ന് ഒരു പൊട്ടി പുറപ്പെടുന്ന ഒരു സാധനം. ഫ്ലെയർ അപ്പ്, അപ്സേർജ്, ഒരു കുത്തൊഴുക്ക്, ഒരു ഫ്ലോ. ദാറ്റ് ഇസ് ഔട്ട് ബ്രേക്ക് എന്ന് പറയാം അല്ലേ. നമ്മൾ പൊളിറ്റിക്കൽ ഔട്ട് ബ്രേക്ക് എന്നൊക്കെ കേട്ടിട്ടുണ്ടോ, അല്ലെങ്കിൽ കോവിഡ് ഔട്ട് ബ്രേക്ക് എന്നൊക്കെ കേട്ടിട്ടുണ്ടോ, പാൻഡമിക് ഔട്ട് ബ്രേക്ക് എന്നൊക്കെ കേട്ടിട്ടുണ്ടോ? സെയിം സാധനമാണ് ഔട്ട് ബ്രേക്ക്. ഇറപ്ഷൻ, ഫ്ലെയർ അപ്പ് അല്ലെങ്കിൽ അപ്സേർജ് എന്ന് നമുക്ക് അതിനെ വിളിക്കാൻ പറ്റും. അടുത്ത വാക്കീസ് എലവേറ്റ്. ഒരു തവണ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് എലവേറ്റ്, നമ്മൾ എലൈറ്റ് പഠിച്ചിട്ടുണ്ട്. എലൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? എലൈറ്റ് എന്ന് പറഞ്ഞാൽ ഹാപ്പി, ബി ഹാപ്പി അല്ലേ, വളരെ ഡിലൈറ്റ് ആവുക, ബി ഹാപ്പി, എലൈറ്റ് ചെയ്യുക. അതാണ് എലൈറ്റ് എന്ന വേർബിൻ്റെ അർത്ഥം. മാറിപ്പോരുത്, എലൈറ്റും എലവേറ്റും 2 കേട്ടോ. ELATE എലൈറ്റ്
വേർബ്. എലിവേറ്റ് ചെയ്യുക, അതാണ് എലൈറ്റഡ്. എലൈറ്റഡ് ഹാപ്പിനെസ് ആണ്, ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള, ഡിലൈറ്റഡ് ആയിട്ടുള്ള എന്നർത്ഥത്തിലാണ് എലൈറ്റഡ് എന്ന് പറയാം നമ്മൾ. എലിവേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ റേസ് ചെയ്യുക, ഉയർത്തുക, ലിഫ്റ്റ് ചെയ്യുക, പ്രൊമോട്ട് ചെയ്യുക, അപ്ഗ്രേഡ് ചെയ്യുക. ദാറ്റ് ഈസ് എലൈറ്റഡ്. എലിവേറ്റഡ് എന്ന് പറയുന്ന അവസ്ഥ, എലിവേറ്റ് ചെയ്യുക എന്നുള്ള അർത്ഥം. എലൈറ്റും എലിവേറ്റും മാറിപ്പോരുതേ, രണ്ടും രണ്ടാണ്, ഓർത്തോണം. ഓക്കെ, യെസ്. അടുത്തത് പോസ്, POSE. ദിസ് പോസസ് ഡേഞ്ചർ ടു ദ സൊസൈറ്റി. ദിസ് പോസസ് ഡേഞ്ചർ ടു സൊസൈറ്റി എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ടാവുമായിരിക്കും. സോ പോസ് എന്ന് പറയുമ്പോൾ ഒരർത്ഥമുണ്ട്, പോസ്റ്റർ. ഈ പോസ് കുറച്ചുകൂടി നല്ലതായിരിക്കും, ഫോട്ടോ ഒക്കെ എടുക്കുമ്പോൾ പറയില്ലേ ഈ പോസ് കുറച്ചുകൂടി നല്ലതായിരിക്കും എന്ന് പറയില്ലേ, ആ പോസ്, ദാറ്റ് ഈസ് പോസ്ചർ. വേറെ അർത്ഥമുണ്ട് പോസിന്, പ്രിറ്റൻസ്, നമ്മുടെ ആക്ട് അല്ലേ, ആക്ടിങ് ആ ആക്ട്, പോസ്റ്റ് കേട്ടോ, പോസ്ചർ അല്ലെങ്കിൽ പ്രിറ്റൻസ് എന്നൊരർത്ഥമുണ്ട്. വേർബായിട്ട് പറയുമ്പോൾ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, പ്രസന്റ് ചെയ്യുക എന്നൊക്കെയാണ് അർത്ഥം. ഇറ്റ് കോൺസ്റ്റിറ്റ്യൂട്ട്സ്, ഇറ്റ് പ്രസൻറ്റ്സ് ഗ്രേറ്റ് ഡേഞ്ചർ ടു സൊസൈറ്റി എന്നൊക്കെ പറയുന്ന സാധനം. അടുത്ത തെറാവ് ആയിട്ടുള്ള എന്ന് പറഞ്ഞാൽ എന്താർത്ഥം, വളരെ റിഗറസ് ആയിട്ടുള്ള, വളരെ കെയർഫുൾ ആയിട്ടുള്ള, ഇൻഡെപ്ത് ആയിട്ടുള്ള, എക്സോസ്റ്റീവ് എന്ന് പറഞ്ഞാൽ എന്താർത്ഥം, എക്സോസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ടയേർഡ് അതാണോ? അല്ല. എക്സോസ്റ്റീവ് എന്ന് പറഞ്ഞാലും എക്സോസ്റ്റഡ് എന്ന് പറഞ്ഞാൽ രണ്ടാണ്, ഓർക്കണേ. എക്സോസ്റ്റഡ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം, എക്സോസ്റ്റഡ് എന്ന വാക്കിന്റെ അർത്ഥം എന്താ, ടയേർഡ് എന്നാണ് അർത്ഥം കേട്ടോ, ടയേർഡ്. പക്ഷേ എക്സോസ്റ്റീവ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം, എക്സോസ്റ്റീവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോംപ്രിഹെൻസീവ്, മൊത്തത്തിലുള്ള, ഓൾ ഇൻ വൺ എന്ന അർത്ഥത്തിലാണ് കോംപ്രിഹെൻസീവ്. മാറിപ്പോവാതെ എഴുതുക കേട്ടോ. എക്സോസ്റ്റീവും എക്സോസ്റ്റഡും രണ്ടാണ്, അത് മനസ്സിൽ തെറ്റരുത്. കൺഫ്യൂഷൻ അടിക്കുന്ന കൺഫ്യൂസീവ് വേർഡ്സ് ആണ്, ഓർത്ത് വെച്ചോളാം. എക്സോസ്റ്റീവ് ഇസ് കോംപ്രിഹെൻസീവ്, വളരെ കെയർഫുൾ ആയിട്ടുള്ള, ആധികാരികമായിട്ട് മൊത്തത്തിലുള്ള, ഓൾ ഇൻ വൺ എന്നുള്ള രീതിയിലാണ് പറയാ. തറവ് എന്ന് പറയുന്ന അർത്ഥത്തിലാണ് എക്സോസ്റ്റീവ്. പക്ഷേ എക്സോസ്റ്റഡ് ഇസ് ടയേർഡ്, ദാറ്റ് ഇസ് ഡിഫറൻസ്, ഓർത്ത് വെച്ചോളാം. ഓക്കെ, ലെറ്റ് മീ സീ സെന്റൻസ് നോക്കട്ടെ. പ്രവീൺ ഹായ്, പ്രവീൺ ഉപാധ്യായ ഹായ്, വെൽക്കം. യെസ്. അനൂപ് പുൽപ്പള്ളിക്കാരനാണോ? ചുമ്മാ പറയല്ലേ. വയനാട് എവിടെയാണോ? അനൂപ് പുൽപ്പള്ളിക്കാരനായിരുന്നു. ഈശ്വര, നമ്മൾ തമ്മിൽ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ. എന്നിട്ട് അനൂപേ, ഇനി നമ്മൾ തമ്മിൽ കണ്ടിട്ടുണ്ടോ ആവോ, ആർക്കറിയാം അല്ലേ. കൊള്ളാം. ദ കോൺട്രം ഇൻ ചൂസിങ് എ ലൈഫ് പാർട്ട്ണർ ഇസ് ബിക്കോസ് ഓഫ് ഹർ അവേർഷൻ. അടിപൊളി, അതെനിക്ക് ഇഷ്ടപ്പെടും. എൻ്റെ പൊന്നെ ഷമാസേ. ദ ഫറ്റീഗ് ഇൻ പ്രിപ്പറേഷൻ ഫോർ ദ എക്സാമിനേഷൻ വിൽ ഒബ്വിയസ്ലി സ്വീറ്റൻ ദ റിസൾട്ട്. യെസ്, ഉറപ്പായിട്ടും. Political parties should call to take a dispassionate view on liquor ban in India. That is great. Yes. Okay. The fatigue after everyday work is just disgusting. All right. That's great. Conundrum. Conundrum spelling നോക്കിയ CONUNDRUM conundrum. A അല്ലേ conundrum? U ആണ്. Is a phenomena. Okay. Phenomenon is a phenomena അല്ലല്ലോ. പ്രവി is a phenomenon. ഓർത്ത് വെച്ചോണേ. ഫിനോമിന അല്ല, ഫിനോമിനൻ ആണ്. എന്താണെന്നറിയോ? ഓക്കെ, ഫിനോമിനൻ പ്രതിഭാസം, ഫിനോമിനൻ സിംഗുലർ. ഓക്കെ, പ്ലൂറൽ ആണെങ്കിലാണ് ഫിനോമിന. ഓക്കെ, അപ്പൊ നമുക്ക് പ്ലൂറൽ അല്ല വേണ്ട, പ്രവിക്ക് വേണ്ടത് എ ആണല്ലേ. അതിൻ്റെ കൂടെ എന്ത് കൊടുക്കണം? കോൺട്രം ഇസ് എ ഫിനോമിനൻ ഫേസ്ഡ് ബൈ എവ്രിവൺ in his life. That is great. അത് കറക്റ്റ് ആണ്. ഫിനോമിനൻ കൊടുക്കുക, അത് മാത്രം നോക്കാം. യെസ്, പ്രവീൺ ഗുഡ് മോർണിംഗ്. Cerebellar ataxia always starts with a fatigue in the victims. All right. അതെന്താണെന്ന് എനിക്കറിയില്ല, എന്തായാലും സംഭവം കൊള്ളാം. Apparently, there is a conundrum between opposing party and ruling party, but they maintain a good momentum as of now. That is great. Laws are to be varied according to the societal demands. Yes. Price vary from one shop to another. Yes. അല്ലേ, പ്രൈസ് വേരി അല്ല കേട്ടോ ദീപിനെ, പ്രൈസ് വേരീസ്. പ്രൈസ് സിംഗുലർ ആണെങ്കിൽ വേരി എന്ന് കൊടുക്കരുത്, വേരീസ് കൊടുക്കണം. പ്രൈസ് വേരീസ് ഫ്രം വൺ ഷോപ്പ് ടു അനദർ കൊടുക്കണം. ഔട്ട്ബ്രേക്ക് ഓഫ് എ ന്യൂ വൈറസ് ഡിസീസ് Okay, outbreak of new viral diseases. Okay, diseases is a conundrum. All right, it's a problem, it's a confusion. Yes, we can always retain our good qualities. It will definitely improve our personality. That's great. The COVID outbreak in the city made the people panic. Great. The investigation was confined among them because of irony in testimonies provided. That's great. Lie down and elevate your feet. That is great. Kerala Health Department had stepped up surveillance to prevent the outbreak of monkeypox. That's great. Outbreak of war resulted in elevation of fuel price and also it poses past tense alla venda. Ivide
ആണ് വേണ്ട. ആൻഡ് ഓൾസോ അല്ലേ, അപ്പോൾ എന്തായാലും പാസ്റ്റ് ടെൻസ് വേണം, കാരണം ഔട്ട്ബ്രേക്ക് ഓഫ് വോർ റിസൾട്ടഡ് അല്ലേ കൊടുത്തേക്കണം. അപ്പോൾ ഇങ്ങനെ കൊടുക്കണം, ഔട്ട്ബ്രേക്ക് ഓഫ് വോർ റിസൾട്ടഡ് ഇൻ എലവേഷൻ ഓഫ് ഫ്യൂൽ പ്രൈസ് ആൻഡ് ഓൾസോ ഇറ്റ് പോസ്ഡ്, പാസ്റ്റ് ടെൻസ് പോസ്ഡ്, SED പോസ്ഡ്, a threat to developing countries. കൊടുക്കണേ. The elevation in price of rupee makes a conundrum in Indian economy. That's great. Aversion can be expressed in many ways by the people. Yes. കൊളറാട്ടൂന്ന് പുൽപ്പള്ളി, ഞാൻ പുറത്തിറങ്ങില്ല വല്ലപ്പോഴും, വെറുതെ അല്ല, ഞാനും അങ്ങനെ തന്നെയാണ്, ഞാനും പുറത്തിറങ്ങൽ വല്ലപ്പോഴും ഉള്ളൂ, റയറസ്റ്റ് ഓഫ് ദ റയർ. കൊള്ളാം അനൂപേ. എന്നാലും പുൽപ്പള്ളിക്കാരൻ ഒരാൾ അവിടെ ഇരുന്നില്ല, ഇവിടെ ഇരിക്കുന്ന ഞാനും അവിടെ ഇരിക്കുന്ന ഒരാളും ക്ലാസ് കൂടുന്നതും പറയുന്നതും കേൾക്കുമ്പോൾ എനിക്കൊരു സന്തോഷം. ആൻഡ് ഐ എം സോ ഹാപ്പി. അടിപൊളി. ഇത്ര നാളും പുൽപ്പള്ളിക്കാരനാണെന്ന് ഞാൻ അറിഞ്ഞില്ല, ആരും എന്നോട് പറഞ്ഞില്ല. കൊള്ളാം. ഹി പോസ് എ ഹ്യൂജ് ത്രെറ്റ് ടു അതർ സ്റ്റുഡൻസ്. പോസ് അല്ല, ഹി പോസസ്. ആർദ്ര, ഹി സബ്ജക്റ്റ് സിംഗുലർ, അപ്പോൾ വേർബ് സിംഗുലർ കൊടുക്കുക. ഹി പോസസ് അല്ലെങ്കിൽ പാസ്റ്റ് ടെൻസ് കൊടുക്കണം, ഹി പോസ്ഡ് കൊടുക്കണം കേട്ടോ. ദ ഫിഷ് ഓയിൽ ഇൻഡസ്ട്രീസ് പോസ് എ ത്രെറ്റ് to the fishing sector in India. That is great. Daily physical activity elevated the health of senior citizens. Yes. Central government demanded state government for a thorough overhauling of Kerala project owing to it was an impromptu. Owing to it was an impromptu. Owing to it എന്ന് പറഞ്ഞോട് നിർത്തണം. പിന്നെ വോസ് കൊടുക്കുവാണെങ്കിൽ അത് ക്ലോസ് ആയില്ലേ വിനു, അപ്പോൾ owing to it എടുക്കത്തില്ല. Because it was an impromptu what? An impromptu എന്ത്? ഇംപ്രോംപ്റ്റു എന്ന് പറഞ്ഞാൽ അഡ്ജക്റ്റീവാ. ഇംപ്രോംപ്റ്റു എന്ത്? ഇറ്റ് വാസ് എൻ ഇംപ്രോംപ്റ്റു ഡിസിഷൻ, ഇംപ്രോംപ്റ്റു പ്രൊപ്പോസൽ, സംതിങ് ലൈക്ക് ദാറ്റ്. അത് കൊടുക്കണം കേട്ടോ. ഓയിങ് ടു കൊടുക്കുവാണെങ്കിൽ എന്ത് കൊടുക്കണം? ഓയിങ് ടു ഇറ്റ് എന്ന് കൊടുക്കണം. അല്ലെങ്കിൽ ഓയിങ് ടു ദ ഇംപ്രോംപ്റ്റു നേച്ചർ, ഓയിങ് ടു ദി ഇംപ്രോംപ്റ്റു നേച്ചർ എന്ന് കൊടുക്കണം കേട്ടോ. രണ്ട് രീതിയിൽ പറയാവേ വിനു. സെൻട്രൽ ഗവൺമെന്റ് ഡിമാൻഡഡ് സ്റ്റേറ്റ് ഗവൺമെന്റ് ഫോർ എ തറോ ഓവർഹോളിംഗ് ഓഫ് കേരള പ്രോജക്ട് ഓവിങ് ടു ഇറ്റ്സ് ഇംപ്രോംപ്റ്റു നേച്ചർ എന്ന് കൊടുക്കാം. അല്ലെങ്കിൽ owing to കൊടുക്കാതെ because it was an impromptu decision എന്ന് കൊടുക്കാം. Honorable Justice N.V. Ramna warned the police authorities that before arresting a person, a thorough investigation is needed. That's great. Yeah. His presence in the drama gave him a huge applause. That's great. Some district judges elevated as high court judges last week. Yes. We can vary from a decision, but it will affect our personality. Yes. Satyam. അല്ലേ, വാക്ക് മാറ്റി കഴിഞ്ഞാൽ പേഴ്സണാലിറ്റി പോയില്ലേ? യെസ്. A thorough study in the outbreak of COVID-19 virus led to the possibility for a man-made disaster. Great. പ്രോജക്റ്റ് അവിടെ ഓൾറെഡി കൊടുക്കുന്നത് കൊണ്ട് അങ്ങനെ കൊടുത്ത പക്ഷേ ഒരു പ്രശ്നമുണ്ടേ, ഇംപ്രോംപ്റ്റു ഒരു അഡ്ജക്റ്റീവ് ഫോർമുലേഷൻ ആട്ടോ വിനു, അതുകൊണ്ടാണ് ഒന്ന് ശ്രദ്ധിച്ചാൽ മതിയത്. He was thorough in his concept and it made easy for him to resist. അവിടെ വേണ്ടേ it made easy for him to resist an impromptu quest. അല്ലേ, to resist വേണ്ടേ, അവിടെ ടു കൊടുത്താലേ കറക്റ്റ് ആവുള്ളൂ കേട്ടോ ഷമാസേ. അടുത്തത് ലാസ്റ്റ് ആൻഡ് ഫൈനൽ സെറ്റ് പിടിച്ച പിള്ളേരെ, പ്രോബ്. ഞാൻ പറഞ്ഞു ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള വാക്കുകളാണ് കൊടുത്തേക്കുന്നത്. നോക്കിയേ, പ്രോബ് എന്ന് പറഞ്ഞാൽ അർത്ഥം, പ്രോബ് മീൻസ് ഇൻവെസ്റ്റിഗേഷൻ, ഇൻക്വയറി. നൗണായിട്ട് ഉപയോഗിക്കാം, വേർബായിട്ട് ഉപയോഗിക്കാം, എക്സാമിൻ ചെയ്യുക, ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുക, ഫീൽ ചെയ്യുക. ദാറ്റ് ഇസ് വാട്ട് പ്രോബ് ഇസ്. വേർബായിട്ടും നൗണായിട്ട് ഉപയോഗിക്കാം. പ്രോബ് മീൻസ് ഇൻവെസ്റ്റിഗേഷൻ, ഇൻക്വയറി, എക്സാമിൻ ചെയ്യുക, ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുക, ഫീൽ ചെയ്യുക എന്നൊക്കെ പറയാൻ പറ്റും പ്രോബ്. അടുത്ത ഡിസ്ക്ലോഷർ. ക്ലോഷർ എന്ന് പറയുമ്പോൾ തന്നെ മൂടി വെക്കുക നമ്മൾ പറയാം, ക്ലോസ് ചെയ്യുക. ഡിസ്ക്ലോസ് ചെയ്യുക, തുറക്കുക അല്ലേ. ഡിസ്ക്ലോസർ ഇസ് റെവലേഷൻ, ഡൈവൾജൻസ് അല്ലെങ്കിൽ ഡിക്ലറേഷൻ എന്നാണ് ഡിസ്ക്ലോഷർ എന്ന് പറയുന്നത്. ഡിസ്ക്ലോഷർ ഓഫ് ദ ഡോക്യുമെന്റ്സ്, ഡിസ്ക്ലോഷർ ഓഫ് ദ ഡീറ്റെയിൽസ് ഓഫ് ദ മങ്കി പോക്സ്. മങ്കി പോക്സിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് ഡിസ്ക്ലോസ് ചെയ്യണം എന്ന് കൊടുത്തിട്ടുണ്ട്. ദാറ്റ് ഈസ് വാട്ട് ഡിസ്ക്ലോഷർ ഇസ് ഇവിടെ കേട്ടോ. അടുത്ത് ഇൻട്രീഗിംഗ്ലി, യെസ്, ഇൻട്രീഗിംഗ്ലി. സ്പെല്ലിംഗ് തെറ്റുമെന്ന് ഞാൻ നോക്കിയതാ, ഇല്ല തെറ്റിയിട്ടില്ല. ഇൻട്രീഗിംഗ് എന്ന് പറഞ്ഞാൽ ഇൻട്രസ്റ്റിംഗ്, ഫാസിനേറ്റിംഗ്. കൊള്ളാലോ, ഫാസിനേറ്റിംഗ് ആണ്, ഇൻട്രസ്റ്റിംഗ് ആണ്. ഇൻട്രീഗിംഗ്ലി അഡ്വേർബായി അഡ്ജക്റ്റീവ് ഫോർമുലേഷനോട് എൽ വൈറ്റ് കൊടുത്താൽ അഡ്വേർബ് ഫോർമുലേഷൻ കിട്ടി. സോ ഇൻട്രീഗിംഗ്ലി മീൻസ് ഇൻട്രസ്റ്റിംഗ്ലി, ഫാസിനേറ്റിംഗ്ലി എന്ന് പറയും. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. അടുത്ത് നോക്കിക്കേ, സ്ലാക്ക്. ഒരു ആപ്പ് ഉണ്ട് സ്ലാക്ക്, നമ്മുടെ ഒരു പ്രൊഫഷണൽ ആപ്പാണ്. സോ പ്രൊഫഷണൽ കമ്മ്യൂണിറ്റി എല്ലാവരും കൂടെ ഒരുമിച്ച് വരാൻ വേണ്ടി സ്ലാക്ക് അങ്ങനെ ഒരു ഇതുണ്ട്. ഓക്കെ, അപ്പോൾ ഫ്ലോക്ക്, സ്ലാക്ക് അങ്ങനെ ഒരുപാട് ഇതുണ്ട്, ആപ്പുകളുണ്ട് ഇപ്പോൾ. സോ എനിവേ, സ്ലാക്കിൻ്റെ മീനിങ് എന്താ? സ്ലാക്ക് നൗണായിട്ടും വെർബായിട്ടും അഡ്ജക്റ്റീവായിട്ട് ഉപയോഗിക്കാം കേട്ടോ. സ്ലാക്ക് എന്ന് പറഞ്ഞാൽ ലൂസ്നെസ് ആണ്, വളരെ ഒരു ഇനാക്ടിവിറ്റി, ലൂസ്നെസ് എന്ന് പറയാം സ്ലാക്ക്. വേർബായിട്ട് പറയുമ്പോൾ അത് നമ്മൾ പറയുന്ന പേരാണ്, അതിന് യൂസേജ് ആണ് റെഡ്യൂസ് ചെയ്യുക. സ്ലാക്ക് മീൻസ് റെഡ്യൂസ് ചെയ്യുക എന്ന്. അഡ്ജക്റ്റീവ് ആയിട്ടാണെങ്കിലോ ലൂസ്, അഡ്ജക്റ്റീവും ലൂസ് തന്നെയല്ലേ. അഡ്ജക്റ്റീവ് ലൂസ് ഉണ്ട്, ലൂസ് വേർബ് ഉണ്ട്, എന്നാൽ ലൂസ് എന്നുള്ള അഡ്ജക്റ്റീവ് ഉണ്ട്. സോ ദാറ്റ്സ് ഇറ്റ്. സ്ലാക്ക് എന്ന് പറയുന്നതിൻ്റെ മീനിങ് നോക്കിക്കേ, ലൂസ്നെസ്, ഇനാക്ടിവിറ്റി, റെഡ്യൂസ്,
ആൻഡ് അഡ്ജക്റ്റീവ് ആയിട്ട് വരുമ്പോൾ ലൂസ്, ദാറ്റ് ഇസ് ലാക്ക്. ഇതാണ് നമ്മുടെ ഇന്നത്തെ സെറ്റ് ഓഫ് വൊക്കാബ്. പിള്ളേരെ മനസ്സിലായെങ്കിൽ എല്ലാവരും ഒരു തംസപ്പ് ഇട്ടോ കേട്ടോ. USA and China should hold a dialogue as soon as possible and launch a thorough investigation into the recent trade wars. Great. Outbreak of war couldn't be prevented by the countries after taking their full efforts. Great. Okay. അപ്പോൾ നോക്കിയേ പിള്ളേരെ, നമ്മൾ ഇത്രയും വാക്കുകൾ നോക്കി നമുക്ക് വേഗം പോയിട്ട് നമ്മുടെ ആർട്ടിക്കിളോട്ട് പോയി ഇന്നത്തെ ആർട്ടിക്കിളിലോട്ട് ഡിസ്കസ് ചെയ്യാം. മദർ ടങ് അല്ലെ ഹയർ എഡ്യൂക്കേഷനിൽ മദർ ടങ് ലാംഗ്വേജ് ആയാൽ എങ്ങനെ ഇരിക്കുമെന്ന് നമുക്ക് നോക്കാം. സോ ദീസ് ആർ ദ വേർഡ്സ് കേട്ടോ. ഇന്നിപ്പോൾ ഇത്ര വളരെ സിമ്പിളായ വേർഡ്സ് ആണ്. ഇതൊക്കെയാണ് വേർഡ്സ്. ഓർത്തിരിക്കുക. വൊക്കാബുലറി മനസ്സിലായെങ്കിൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നിയിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ദിസ് സെഷൻ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഷോ മീ സം ലവ് ആൻഡ് സപ്പോർട്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. അതുപോലെ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യണം. മറ്റുള്ളവരിലോട്ട് ഉപകാരപ്പെട്ടത് മറ്റുള്ളവർക്ക് എല്ലാവരും എത്തട്ടെ കേട്ടോ. പ്ലീസ് പ്രോബ്ഡ് ഇൻ ടു ദ കേസ് ആൻഡ് അനൗൺസ് ദാറ്റ് ദ ഡീറ്റെയിൽസ് വിൽ ബി ഡിസ്ക്ലോസ്ഡ് സൂൺ. ദാറ്റ് ഈസ് ഗ്രേറ്റ്. സെറ്റല്ലേ? എല്ലാവരും സെറ്റാണോ? തംസപ്പ് ഇട്ടോ ഇങ്ങോട്ട്. മനസ്സിലായെങ്കിൽ ഒരു തംസപ്പ് ഇട്ടോ കേട്ടോ. The probe made by CBI resulted in the disclosure of corruption. Yes. The suicide note by the dead one anticipated in a thorough probe. Yes. Okay. Moving on to our article, language as barrier. Language barrier ne പറ്റിയാട്ടോ നമ്മൾ നോക്കുന്നത്. Let's see. അപ്പം നമ്മുടെ ഞാൻ പറഞ്ഞു മദർ ടങ്ങിലോട്ട് നമ്മൾ മദർ ടങ് വെച്ചിട്ട് നമ്മൾ ഹയർ സ്റ്റഡീസിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചാൽ എങ്ങനെ ഇരിക്കും? അത് ഒരു തവണ നമ്മുടെ തമിഴ്നാട്ടിലൊന്ന് നോക്കിയിട്ടുള്ള ട്രൈ ചെയ്തിട്ടുള്ളൂ. പക്ഷേ അത്ര ഇഫക്റ്റീവായിട്ട് അത് വരാൻ പറ്റിയിട്ടും ഇല്ല. അതിനെ പറ്റിയൊക്കെ നമ്മൾ ഇന്ന് നോക്കും കേട്ടോ. അപ്പോൾ ലൈവിൽ 50+ ആൾക്കാരുണ്ടല്ലോ, പക്ഷേ ലൈവിൽ ലൈക്ക് അത്ര ഇല്ലല്ലോ. ഷോ മീ സം ലവ് ആൻഡ് സപ്പോർട്ട്. പിള്ളേരെ പറഞ്ഞു തരണോ? അതൊക്കെ നോക്കി കണ്ടൊക്കെ ചെയ്യുക. ജാടയാണോ പിള്ളേരെ? ജാടയാണോ? നോക്കാം. ലാംഗ്വേജസ് ബാരിയർ. ലെറ്റ്സ് സീ. ദർ ആർ both pluses and minuses in making mother tongue the medium for higher studies. വളരെ അനലിറ്റിക്കൽ ആയ ഒരു ആർട്ടിക്കിൾ ആണ്. പ്ലസ് ഉണ്ട്, പ്ലസ് പോയിന്റ്സും ഉണ്ടെന്നാൽ മൈനസ് പോയിന്റ്സും ഉണ്ട്. നമുക്ക് ലാംഗ്വേജ് മദർ ടങ് ആയിട്ട് നമ്മൾ മീഡിയം ഓഫ് ഹയർ സ്റ്റഡീസിന് വേണ്ടിയിട്ട് എടുത്താൽ മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ ആയിട്ട് ഹയർ സ്റ്റഡീസിന് മദർ ടങ് കൊണ്ടുവരുമ്പോൾ പ്ലസ് ഉണ്ട് അതിന്, അതായത് അഡ്വാൻറ്റേജസും ഉണ്ട് ഡിസഡ്വാൻറ്റേജസും ഉണ്ട്, മെറിറ്റ്സ് ഉണ്ട്, ഡിമെറിറ്റ്സ് ഉണ്ട്. ലെറ്റ്സ് ലുക്ക് അറ്റ് ദാറ്റ്. ദ കോൾ ബൈ ഹോം മിനിസ്റ്റർ അമിത് ഷാ last week for engineering, law and medicine to be taught in Indian languages is a well-intended one. His stand is in sync with one of the focal points of National Education Policy NEP 2022-20, that is the promotion of Indian languages in higher education. The NEP provides for more higher educational institutions and programs in higher education to use the mother tongue or local language as a medium of instruction besides offering programs bilingually. The rationale behind Mr. Shah's call is that 95% of students who receive primary education, അതിലോട്ട് നമുക്ക് വരാം. കഴിഞ്ഞ ദിവസം ഹോം മിനിസ്റ്റർ അമിത് ഷാ കഴിഞ്ഞ ആഴ്ച അമിത് ഷാ പറഞ്ഞു എഞ്ചിനീയറിംഗിൽ പഠിക്കാൻ പോകുന്ന കുട്ടികൾ, ലോ കോളേജിൽ പഠിക്കുന്ന കുട്ടികൾ, അതുപോലെ തന്നെ മെഡിസിൻ ഈ ഫീൽഡിലൊക്കെ പഠിക്കുന്ന കുട്ടികൾ നമ്മുടെ ഹയർ സ്റ്റഡീസിന് വേണ്ടിയിട്ട് പഠിക്കുമ്പോൾ ഇന്ത്യൻ ലാംഗ്വേജസിൽ പഠിക്കുവാണെങ്കിൽ അത് നല്ലതാണ്. ഇറ്റ് ഈസ് എ വെൽ ഇൻറ്റൻഡ് വൺ. നല്ലൊരു ഇൻറ്റൻറ്റോട് കൂടി നല്ല ഉദ്ദേശത്തോടു കൂടിയുള്ളൊരു കാര്യം തന്നെ പുള്ളി പറഞ്ഞേക്കുന്നത്. പുള്ളിയുടെ ഹിസ് സ്റ്റാൻഡ് ഈസ് ഇൻ സിങ്ക് വിത്ത്, അത് സിങ്ക് ആയിട്ട് പോകുന്നുണ്ട്. എന്തുമായിട്ടാണ്? വൺ ഓഫ് ദ ഫോക്കൽ പോയിന്റ്സ് ഓഫ് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി. നമ്മൾ കുറച്ച് നാൾ മുമ്പ് 2020 ഒരു നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി ഇറക്കിയായിരുന്നു അല്ലേ? അപ്പോൾ അതിൽ പറയുന്നതനുസരിച്ച് ആ പോളിസിയുടെ ഒരു ഫോക്കൽ പോയിന്റിൽ ഒന്ന്, അത് ഫോക്കസ് ചെയ്യുന്ന കുറച്ച് മേജർ കാര്യങ്ങളിൽ ഒന്ന് ആണ് ഈ പറയുന്ന മദർ ടങ് കൊണ്ടുവന്ന് നമ്മൾ ഹയർ എഡ്യൂക്കേഷൻ പഠിപ്പിക്കാൻ വേണ്ടി കൊണ്ടുവരിക എന്നുള്ളത്. അതിൽ ഒന്നാണിത്. വെൽ ഇൻറ്റൻഡഡ് ആണ്, കറക്റ്റ് ആണ്, നോ പൺ ഇൻറ്റൻഡഡ്, എല്ലാം സെറ്റായിട്ട് കാര്യമായിട്ട് തന്നെ ഉദ്ദേശത്തിലൂടെ പറയുന്നത്. ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ NEP നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി പ്രൊവൈഡ് ചെയ്യുന്നു ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിനും പ്രോഗ്രാംസിനും നമുക്ക് എന്ത് ഉപയോഗിക്കാം? മദർ ടങ് ഉപയോഗിക്കാം, ഓർ ലോക്കൽ ലാംഗ്വേജ് ഉപയോഗിച്ച് മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ ആക്കാം. അതായത് പഠനം ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നതിന് പകരം മദർ ടങ്ങിൽ പഠിപ്പിക്കാം, ലോക്കൽ ലാംഗ്വേജിൽ പഠിപ്പിക്കാം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. കാര്യം നമുക്ക് ബിസൈഡ്സ് കൂടാതെ, അതായത് നമുക്ക് ബൈലിംഗുവലായിട്ട് ഉറപ്പായിട്ടും ഉണ്ട്. ഇപ്പം ഇംഗ്ലീഷിലും ഏതാണ് നിങ്ങളുടെ ലാംഗ്വേജ് ഏതാണോ ആ മദർ ടങ്ങിൽ എന്തായാലും ഉണ്ട്. അത് കൂടാതെ നിങ്ങൾക്ക് മദർ ടങ്ങിൽ മാത്രം വേണമെങ്കിൽ അങ്ങനെയും പഠനം റെഡിയാക്കാം എന്നൊരു ഓഫർ. കൂടാതെ, ബിസൈഡ്സ് എന്ന് പറഞ്ഞാൽ കൂടാതെ അല്ലെ, ബിസൈഡ്സ് അല്ലെ, അത് കൂടാതെ എന്നുള്ള അർത്ഥമാണ് അല്ലെ. ബിസൈഡ് അരികെ, രണ്ട് പ്രിപ്പോസിഷൻ തമ്മിൽ വ്യത്യാസമുണ്ട്. ബിസൈഡ്സും ഓർത്തിരിക്കുക. അത് പറയുന്നു. ദ റാഷണൽ ബിഹൈൻഡ് മിസ്റ്റർ ഷാസ് കോൾ, ഈ ഷായുടെ ഇറ്റ്സ് ഹിസ് കോൾ അല്ലെ, അയാളുടെ ഡിസിഷൻ ആണ്. സോ റാഷണൽ എന്ന് പറയുമ്പോൾ ദ ലോജിക്, ഇയാളുടെ ലോജിക്, ഇയാൾ പറഞ്ഞതിന്റെ ലോജിക് ഈസ് ദാറ്റ് 95% ഓഫ് സ്റ്റുഡൻസ്, 95% സ്റ്റുഡൻസ് ഹു റിസീവ് പ്രൈമറി എഡ്യൂക്കേഷൻ ഇൻ ദ മദർ ടങ് ഷുഡ് നോട്ട് ബി ലെഫ്റ്റ് ഔട്ട് ഇൻ ദ പെർസ്യൂട്ട് ഓഫ് ഹയർ സ്റ്റഡീസ്.
അല്ലേ? ഈ പെർസ്യൂട്ട് എന്ന് പറഞ്ഞാൽ ദർ ഫോളോ അല്ലേ? ഇത് ഒരു ഇങ്ങനൊരു ഡിസയർ ഉണ്ടല്ലോ പിള്ളേരുടെ ഒരു ഫോളോ ചെയ്യാനുള്ളൊരു അതിയായ ഒരു ഡിസയർ ഫോളോയിങ് ഫോർ ഇൻ ദർ ഫോളോയിങ് ഓഫ്. അവർക്ക് ഒരു കാര്യം പെർസ്യൂ ചെയ്യുക, അത് ഫോളോ ചെയ്യുക, അത് ചേസ് ചെയ്യുക, ഹയർ സ്റ്റഡീസ് ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെ ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് കുട്ടികൾ ഒരിക്കലും മദർ ടങ് അറിയത്തുള്ളൂ എന്ന പേരിൽ കുട്ടികൾ ലെഫ്റ്റ് ഔട്ട് ആവാൻ പാടില്ല. അതുകൊണ്ട് ദേ ഷുഡ് നോട്ട് ബി ലെഫ്റ്റ് ഔട്ട്. അതൊരു നല്ല ഇന്റൻഷനോട് കൂടി തുടങ്ങിയ ഒരു കാര്യം തന്നെയാണ്. ഇൻ റീസെന്റ് ഇയേഴ്സ് നോക്കാം, substantive measures have been taken to make engineering courses available in Indian languages if the statement by Union Education Minister Dharmendra Pradhan in the Lok Sabha in December 2021 is an indication. Effective 2021-22, the AICTE granted approval to 19 engineering colleges in 10 states for having engineering courses in 6 Indian languages. The council has also developed an AICTE translation automation AI tool that translates English online courses in 11 Indian languages. Swayam, an open online courses platform of the central government has. നോക്കിക്കോ, അപ്പോൾ ഇതിൻ്റെയൊക്കെ ഭാഗമായിട്ട് കഴിഞ്ഞ റീസെൻറ്റ് ഇയേഴ്സിൽ സബ്സ്റ്റാൻറ്റീവ് മെഷേഴ്സ്, വളരെ ഇമ്പോർട്ടൻറ്റ് മെഷേഴ്സ്, സബ്സ്റ്റാൻറ്റീവ് ആയിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള മെഷേഴ്സ് എടുത്തിരുന്നു. എവിടെ? നമ്മുടെ എഞ്ചിനീയറിംഗ് കോളേജുകൾ അവൈലബിൾ ആക്കാൻ, ഇങ്ങനെ മദർ ടങ്ങിൽ അവൈലബിൾ ആക്കാൻ വേണ്ടിയിട്ടുള്ള മെഷേഴ്സ് എടുത്തിരുന്നു. ഇഫ് ദി സ്റ്റേറ്റ്മെൻറ്റ് ബൈ യൂണിയൻ എഡ്യൂക്കേഷൻ മിനിസ്റ്റർ ധർമ്മേന്ദ്ര പ്രധാൻ. യൂണിയൻ എഡ്യൂക്കേഷൻ മിനിസ്റ്റർ ആരാണ്? ധർമ്മേന്ദ്ര പ്രധാൻ ലോക്സഭയിൽ പറഞ്ഞു ഡിസംബർ 2021 ഒരു ഇൻഡിക്കേഷനായിട്ട് പറഞ്ഞു. അത് ഇഫക്റ്റീവ് ആയപ്പോൾ 21-22 കാര്യത്തിൽ AICTE ഗ്രാൻഡ് ചെയ്തു അപ്രൂവൽ 19 എഞ്ചിനീയറിംഗ് കോളേജസിൽ. 19 എഞ്ചിനീയറിംഗ് കോളേജസ് ഉണ്ട്. 10 സ്റ്റേറ്റിലായിട്ട് 19 എഞ്ചിനീയറിംഗ് കോളേജസിൽ. അത് ഏതൊക്കെ ലാംഗ്വേജിലാണ്? 6 ഇന്ത്യൻ ലാംഗ്വേജസിൽ കൊടുക്കാനുള്ള ഒരു ഗ്രാൻഡ് കൊടുത്തു. ഓക്കെ, അങ്ങനെ കൗൺസിൽ ഇതും ഡെവലപ്പ് ചെയ്തു. AICTE ട്രാൻസ്ലേഷൻ ഓട്ടോമേഷൻ AI ടൂളും കൂടെ ഒന്ന് ഡെവലപ്പ് ചെയ്തെടുത്തു. അതെന്ത് ചെയ്യാം? ഇംഗ്ലീഷിലോട്ട് ഓൺലൈൻ കോഴ്സ്, ഇംഗ്ലീഷിലുള്ള ഓൺലൈൻ കോഴ്സ് ട്രാൻസ്ലേറ്റ് ചെയ്ത് 11 ഇന്ത്യൻ ലാംഗ്വേജസിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെടും. അങ്ങനെ പിന്നെ അതുകൂടാതെ ഒരു ഓപ്പൺ ഓൺലൈൻ കോഴ്സ് പ്ലാറ്റ്ഫോം ഉണ്ട് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ, സ്വയം എന്ന് പറഞ്ഞത്. ഇതും ഇതിനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു ആപ്പാണ് കേട്ടോ. ലൈക്സ് ഓൺലൈൻ കോഴ്സിൻ്റെ പ്ലാറ്റ്ഫോമിന് വേണ്ടിയിട്ടുള്ള ഇതാണ്, ഓപ്പൺ പ്ലാറ്റ്ഫോമാണ്. ഹാസ് ബീൻ ഓഫറിംഗ് സം പോപ്പുലർ കോഴ്സസ് ഇൻ ഇന്ത്യൻ ലാംഗ്വേജസ് ടു. സ്വയം കുറച്ച് പോപ്പുലർ ഓൺലൈൻ കോഴ്സസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ നമ്മുടെ ഇന്ത്യൻ ലാംഗ്വേജസിൽ. ദ ഇമ്പോർട്ട് ഓഫ് ദിസ് ഈസ് ദാറ്റ് goal of covering all sections as far as higher education is concerned should become a reality. But at the same time, one should not gloss over the exercise not having yielded results. In Tamil Nadu, for instance, the bid to impart engineering education through the Tamil medium has not created any impact despite the principal political prayers using language as a political tool. In the field of law, before the subject is taught in the Indian languages, the central government should try to impress upon the judiciary to allow the use of Indian languages in court proceedings. അപ്പോൾ പറഞ്ഞു വരുന്ന പോയിന്റിലോട്ട് വരാം. അപ്പോൾ ഈ ഒരു ഗോൾ എന്ന് പറയുന്നത് എന്തിനു വേണ്ട? എല്ലാ സെഷൻസും കവർ ചെയ്യണം, ഹയർ എഡ്യൂക്കേഷൻ എല്ലാവർക്കും കിട്ടണം, അത് എല്ലാവരിലോട്ടും ഒരു റിയാലിറ്റി ആയിട്ട് എത്തണം. എല്ലാ സെക്ഷൻസ് ഓഫ് സൊസൈറ്റിക്കും ഹയർ എഡ്യൂക്കേഷൻ കിട്ടണം. അതൊരു റിയാലിറ്റി ആണ്, ഒരു സത്യമായിട്ട് നിലനിൽക്കണം അല്ലേ? അല്ലാതെ യാഥാർത്ഥ്യമായിട്ട് മാറണം അല്ലേ? അറ്റ് ദ സെയിം ടൈം ഒരു കാര്യമായിട്ട് നിർബന്ധം ഉണ്ട്. വൺ ഷുഡ് നോട്ട് ഗ്ലോസ് ഓവർ ചെയ്യരുത്, ഹൈഡ് ചെയ്യരുത്, കൺസീൽ ചെയ്യരുത്. എന്ത് കൺസീൽ ചെയ്യരുത്? എക്സസൈസ് നോട്ട് ഹാവിങ് yielded റിസൾട്ട്. ഈ എക്സസൈസ് നമ്മൾ ചെയ്തിട്ട് പ്രത്യേകിച്ച് വിചാരിക്കുന്ന റിസൾട്ട് കിട്ടുന്നില്ലെങ്കിൽ അത് കവർ ചെയ്ത് വെക്കരുത്. യു ഷുഡ് നോട്ട് ഡു ദാറ്റ്. അത് ചെയ്യരുത്. നമ്മളൊരു കാര്യം എക്സ്പെരിമെന്റ് ചെയ്ത് നോക്കുവാണ്, ആ എക്സ്പെരിമെന്റ് വർക്ക്ഔട്ട് ആയോ ഇല്ലയോ എന്നുള്ളത് ഈ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട്, നമുക്ക് അറിയത്തില്ല അത് കറക്റ്റ് റിസൾട്ട് ആണോ കൊണ്ടുവന്നത്, നല്ലതാണോ ഇല്ലയോ എന്നുള്ളത് അല്ലേ? അപ്പോൾ കാര്യം എക്സാമ്പിൾ എടുത്ത് പറയുന്നുണ്ട്. കൃത്യമായിട്ടൊരു എക്സാമ്പിൾ പറയുന്നത് തമിഴ്നാട്ടിൽ ഇങ്ങനെ ഒരു കാര്യം. ഫോർ ഇൻസ്റ്റൻസ് പറയുമ്പോൾ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇറ്റ്സ് എ കോഹസീവ് ഡിവൈസ്. ഫോർ എക്സാമ്പിളിൻ്റെ അതേ അർത്ഥമാണ് കോഹസീവ് ഡിവൈസ്. നമ്മൾ കണക്ട് ചെയ്ത് എക്സാമ്പിൾ വെച്ച് എക്സാംപ്ലിഫൈ ചെയ്യാണ്. ഓക്കെ, അപ്പോൾ എഞ്ചിനീയറിംഗ് കോളേജിൽ എഞ്ചിനീയറിംഗ് എഡ്യൂക്കേഷൻ ഇമ്പാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് തമിഴ്നാട്ടിൽ തമിഴ് മീഡിയം കൊടുത്തിരുന്നു. പക്ഷെ അത് പ്രത്യേകിച്ച് ഒരു ഇമ്പാക്റ്റ് ക്രിയേറ്റ് ചെയ്യപ്പെട്ട് എല്ലാവർക്കും എഡ്യൂക്കേഷൻ കിട്ടിയോ? ഇല്ല. എന്താ ക്രിയേറ്റ്? അത് ആ ലാംഗ്വേജിനെ വെറൊരു പൊളിറ്റിക്കൽ ടൂളായിട്ട് ഉപയോഗിക്കുക മാത്രമേ വെച്ചുള്ളൂ. ചില പൊളിറ്റിക്കൽ പ്ലെയേഴ്സ്, വമ്പന്മാർ, പ്രിൻസിപ്പൽ പൊളിറ്റിക്കൽ പ്ലെയേഴ്സ്, മെയിൻ ആയിട്ടുള്ള അല്ലേ, പ്രിൻസിപ്പൽ എന്ന് പറയുമ്പോൾ മെയിൻ ആയിട്ടുള്ള വലിയ തലപ്പത്തിരിക്കുന്ന പൊളിറ്റിക്കൽ പ്ലെയേഴ്സ് അതിനെ പൊളിറ്റിക്കൽ ടൂളായിട്ട് ഉപയോഗിക്കുക മാത്രമേ ചെയ്തുള്ളൂ. ഇനി ലോയുടെ കാര്യം എടുത്തോ, നിയമത്തിന്റെ ഫീൽഡ് എടുത്തു. നിങ്ങൾ ഫീൽഡ് ഓഫ് ലോ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ സബ്ജക്റ്റ് പഠിപ്പിക്കുന്നതിന് മുമ്പ് ഇന്ത്യൻ ലാംഗ്വേജസിൽ സബ്ജക്റ്റ് പഠിപ്പിക്കുന്നതിന് മുമ്പ് സെൻട്രൽ ഗവൺമെന്റ് ആദ്യം ചെയ്യേണ്ട കാര്യം എന്നറിയോ? ഇമ്പോർട്ടൻസ് എംഫസൈസ് ചെയ്യേണ്ട എവിടെയാണെന്നറിയാവോ? ജുഡീഷ്യറിയിൽ, കോർട്ട് പ്രൊസീഡിങ്സിൽ ജുഡീഷ്യറിയിൽ ഇന്ത്യൻ ലാംഗ്വേജസ് കൊണ്ടുവരട്ടെ.
അതിനൊരു ഇമ്പോർട്ടൻസ് കൊടുക്കുക. സെൻട്രൽ ഗവൺമെന്റ് ആദ്യം ആ ഇമ്പോർട്ടൻസ് കൊണ്ടുവരിക, എന്നിട്ട് വേണം പഠനത്തിലോട്ട് കൊണ്ടുവരിക. ആദ്യം നമ്മുടെ നിയമത്തിൽ കോർട്ടിന്റെ പ്രൊസീഡിങ്സിൽ ഇന്ത്യൻ ലാംഗ്വേജസിന്റെ ഉപയോഗം കൊണ്ടുവരട്ടെ. അലൗ യൂസ് ഓഫ് ഇന്ത്യൻ ലാംഗ്വേജസ് ഇൻ കോർട്ട് പ്രൊസീഡിങ്സ്, അത് കൊണ്ടുവരിക. എന്നിട്ട് നമുക്ക് ആലോചിക്കാം മറ്റു കാര്യങ്ങൾ എന്നാണ് ഓതർ പറഞ്ഞേക്കുന്നത്. ലെറ്റ്സ് സീ, നമുക്ക് നോക്കാം അടുത്ത എന്താണ് നെക്സ്റ്റ് പാരഗ്രാഫ് പറയുന്നത് നോക്കാം. While there is no need for haste in making educational materials available in Indian language without political pressure or interference, what should be made obvious is that use of English, wherever desirable, should be retained with no aversion shown on the ground that it is a foreign language. It would not be out of place to highlight issues about standards and quality of teaching of Indian languages in schools. Be it Gujarati or Hindi or even Tamil, students have been found to fail in their public examinations in language papers. There is also the point of diminished employability outside the region of the നോക്കാം. അപ്പോൾ ഒരു കാര്യം കൃത്യമായിട്ട് ശ്രദ്ധിക്കണം, ഇതൊക്കെ നമ്മൾ മുന്നോട്ട് കൊണ്ടുവരുന്ന നല്ലൊരു കാര്യമാണ്, പക്ഷേ ധൃതി വെക്കേണ്ട കാര്യമില്ല. ദർ ഇസ് നോ നീഡ് ഫോർ ഹേസ്റ്റ്, ധൃതിയുടെ ആവശ്യമില്ല അല്ലേ. ഹറി, നോ നീഡ് ഫോർ ഹറി, എന്തിനാ ധൃതി വെക്കുന്നത്? ധൃതി വെക്കണ്ട. ഈ മെറ്റീരിയൽസ് വേഗം പോയിട്ട് മലയാളത്തിലും ഹിന്ദിയിലും ഗുജറാത്തിലും ഒക്കെ അവൈലബിൾ ആക്കാനുള്ള കാര്യമൊന്നും പോകുന്നൊക്കെ ഇപ്പം ഇന്ത്യൻ ലാംഗ്വേജ് പെട്ടെന്ന് മെറ്റീരിയൽസ് കൊണ്ടുവരും, സ്റ്റഡി മെറ്റീരിയൽസ് കൊണ്ടുവരാനുള്ള ഒരു ധൃതി വെക്കുന്നതിന് മുമ്പ് നമ്മൾ ആദ്യം അതിൻ്റെ അപ്രോച്ച് കൃത്യമായിട്ട് ശ്രദ്ധിക്കുക, മെത്തഡോളജി കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. എന്നിട്ട് അത് ഉറപ്പുവരുത്തി അതൊക്കെ ഡിസ്കസ് ചെയ്ത് കൃത്യമായിട്ട് പോളിസി മേക്കേഴ്സും എഡ്യൂക്കേഷണലിസ്റ്റും ഇരുന്നൊന്ന് ചർച്ച ചെയ്ത് തീരുമാനിച്ചിട്ട് മതി. അത് പൊളിറ്റിക്കൽ പ്രഷർ ഒന്നും കൊടുക്കാൻ പാടില്ല, ഒരു പൊളിറ്റിക്കൽ ഇൻഡിഫറൻസോടെ വേണ്ട. ഇത് എഡ്യൂക്കേഷനാണ്. എഡ്യൂക്കേഷനിൽ മതത്തിലും രാഷ്ട്രീയം കലർത്തുന്നുണ്ട്, ഹെൽത്തിലും രാഷ്ട്രീയം കലർത്തുന്നുണ്ട്, ഇപ്പോൾ എഡ്യൂക്കേഷനിലും രാഷ്ട്രീയം കലർത്തുന്നുണ്ട്. ഈ രാഷ്ട്രീയം ഹെൽത്തിനും എഡ്യൂക്കേഷനിലും കലർത്താതിരുന്നാൽ തന്നെ പ്രശ്നം. അതുപോലെ റിലീജിയൻ പിന്നെ പറയേണ്ട, റിലീജിയൻ പണ്ട് മുതലേ കലർത്തിക്കൊണ്ടിരിക്കുന്നതാണ്. സോ കലർത്താതിരിക്കുമ്പോൾ തന്നെയാണ് കുറച്ച് എന്താ പറയുക ഒരു സ്വസ്ഥത സമാധാനം കിട്ടും. അപ്പോൾ ഡിസിഷനൊക്കെ റാഷണലായിട്ട് പൊക്കോളും അല്ലേ. അതാണ്. മാത്രമല്ല ഒരു കൃത്യമായിട്ടൊരു കാര്യം ഉപയോഗിക്കണം. ഇംഗ്ലീഷ് എന്ന് പറയുന്നത്, ലാംഗ്വേജ് എന്ന് പറയുന്നതിനെ ഡിസൈറബിൾ ആയിട്ട് തന്നെ എവിടെയൊക്കെ വേണോ അപ്പോൾ ഒക്കെ ഉപയോഗിച്ചോട്ടെ. അത് റീറ്റെയിൻ ചെയ്തു, അത് അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകട്ടെ. ഇംഗ്ലീഷ് വേണ്ടടുത്ത് ഉപയോഗിച്ചോട്ടെ, ബൈലിംഗുലായിട്ട് പോകുന്നത് നല്ല കാര്യമാണ്. പക്ഷേ ഇംഗ്ലീഷിനോട് ഒരിക്കലും അവേർഷൻ കാണിക്കരുത്, വെറുപ്പ് കാണിക്കരുത്. ബിക്കോസ് അതൊരു ഫോറിൻ ലാംഗ്വേജ് അല്ലേ, വരുത്തന്മാരാണ് അല്ലെങ്കിൽ വരുത്തൻ ലാംഗ്വേജ് ആണ് അല്ലെങ്കിൽ പറഞ്ഞുകൊണ്ട് ഒരിക്കലും അതിനെന്ത് കാണിക്കാൻ പാടില്ല. ഇൻ ബിറ്റ്വീൻ നെറ്റ് ഒന്ന് പോയാൽ സോറി. അപ്പോൾ തിരിച്ച് ഞാൻ വീണ്ടും വന്നൊന്ന് വിശ്വസിക്കണം. അപ്പോൾ ഇംഗ്ലീഷിനെ നമ്മൾ ഒരിക്കലും എന്തായിട്ട് വരുത്താൻ പാടില്ല, വരുത്തനല്ലേ അതെന്ന് വിചാരിച്ച്, ഫോറിൻ ലാംഗ്വേജ് ആണെന്ന് വിചാരിച്ച് അതിനോട് നിങ്ങളൊരു മാറ്റം എന്താ പറയുക, അതിനോടൊരു പ്രജുഡിസ് കാണിക്കാം, മുൻവിധി കാണിക്കാൻ പാടില്ല എന്ന് പറയുന്നുണ്ട്. പിന്നെ മാത്രമല്ല അതിനെ ഔട്ട് ഓഫ് പ്ലേസ് ആയിട്ട് കൊണ്ട് വെക്കാൻ പാടില്ല പല കാര്യത്തിലും. അങ്ങനെ ഒരു ഔട്ട് ഓഫ് പ്ലേസ് ആയിട്ട് അതിനെ വെക്കാനും പാടില്ല. കാര്യം ഒരുപാട് ഹൈലൈറ്റ് ഇഷ്യൂസ് ഉണ്ട്. കാരണം ഇതിൻ്റെ സ്റ്റാൻഡേർഡ്, ക്വാളിറ്റി ഓഫ് ടീച്ചിങ്, ഇംഗ്ലീഷ് ലാംഗ്വേജിൻ്റെ അല്ലാതെ നമ്മൾ ഇന്ത്യൻ ലാംഗ്വേജിലോട് വരുമ്പോൾ സ്റ്റാൻഡേർഡ്സിനെ പറ്റി, ക്വാളിറ്റി ഓഫ് ടീച്ചിങ്ങിൻ്റെ കാര്യങ്ങളെല്ലാം നമുക്ക് മുന്നോട്ട് വെക്കണ്ടല്ലേ. അതെല്ലാം സ്കൂളുകളിൽ ഉറപ്പുവരുത്തണം. കാരണം ഇതിപ്പോൾ ഗുജറാത്തിലായിക്കോട്ടെ അല്ലെങ്കിൽ ഹിന്ദിയിലായിക്കോട്ടെ ഇനി തമിഴിലായിക്കോട്ടെ ഏതിലാണെങ്കിൽ പോലും പലപ്പോഴും നമ്മൾ കാണാറുണ്ട് പബ്ലിക് എക്സാംസിന് പ്ലസ് ടു 10th എക്സാംസ് ഒക്കെ ഇല്ല, പബ്ലിക് എക്സാമിനേഷൻസ് വരുമ്പോൾ ലാംഗ്വേജ് പേപ്പറിൽ കുട്ടികൾ ഫെയിൽ ആവുന്ന കണ്ടിട്ടുണ്ട്. അവരുടെ ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി കുറവുകൊണ്ട് തന്നെയാണ്. അപ്പോൾ അങ്ങനെ ഉള്ളപ്പോൾ ഇത് ഉറപ്പ് നിർബന്ധം വരുത്താതെ ഇംഗ്ലീഷ് വേണ്ടടുത്ത് ഇംഗ്ലീഷും പൊക്കോട്ടെ എന്ന് പോകുന്നത് തന്നെയാണ് നല്ലത്. മാത്രമല്ല നമ്മൾ എംപ്ലോയബിലിറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. നമ്മളൊരു പഠിക്കുമ്പോൾ ആ കോഴ്സ് സ്കിൽ ഓറിയൻറ്റഡ് ആയിട്ട് പഠിച്ചാലേ നമുക്ക് നാളെ എംപ്ലോയബിൾ ആകാൻ പറ്റുള്ളൂ അല്ലേ, നമ്മൾ ജോലി മേടിക്കാൻ പറ്റുള്ളൂ. സോ എംപ്ലോയബിലിറ്റി കുറയ്ക്കുന്ന ഒരു രീതിയിലോട്ട് കൊണ്ടുവരുത്, ഡിമിനിഷ്ഡ് കുറയ്ക്കാൻ ലെസണിങ് അല്ലേ, ലെസൺ ചെയ്യരുത് ഒരിക്കലും. ലെസൺ എംപ്ലോയബിലിറ്റി കുറയ്ക്കുന്ന രീതി, നമുക്ക് എംപ്ലോയബിലിറ്റിയുടെ ചാൻസ് കുറയുന്ന രീതിയിൽ ഒരിക്കലും പോകരുത്. ഔട്ട്സൈഡ് ദ റീജിയൻ ഓഫ് ദി ലാംഗ്വേജിൻ്റെ പുറത്തോട്ട് നമുക്ക് എംപ്ലോയബിലിറ്റി എന്നൊരു കാര്യമുണ്ട്, ആ ഒരു കാര്യത്തിലൂടെ ഉറപ്പുവരുത്തണം. ഇഫ് ദ ഗവൺമെന്റ് ഇസ് സീരിയസ് ഇൻ ടേക്കിംഗ് ഫോർവേഡ് ഇറ്റ്സ് സ്റ്റേറ്റഡ് പൊസിഷൻ ഓഫ് ക്രിയേറ്റിംഗ് ഹയർ എഡ്യൂക്കേഷൻ ആക്സസ് ടു സർട്ടൻ സെക്ഷൻസ്, ഇറ്റ് ഷുഡ് ഡിസ്പാഷനറ്റ്ലി സ്റ്റഡി ദ അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസ്അഡ്വാൻറ്റേജസ്. ഇപ്പോൾ ഗവൺമെന്റ് അത് മുന്നോട്ട് വെക്കുകയാണ്, ഇനി ഒന്നും നോക്കുന്നില്ല, ഹയർ എഡ്യൂക്കേഷൻ എല്ലാ സെക്ഷൻസിലോട്ടും എത്തണം എന്നാണ് അവരുടെ ഉറപ്പെങ്കിൽ അത് നല്ലൊരു കാര്യമാണ്. തീരുമാനം എടുക്കട്ടെ, മുന്നോട്ട് പോകട്ടെ. ദാറ്റ് ഈസ് എ ഗുഡ് തിങ്, ഗുഡ് ഡിസിഷൻ ആണ്, നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകണം. പക്ഷെ ഒരു കാര്യമുണ്ട്, ഗവൺമെന്റ് പിന്നെ കട്ട് തെറോ ആയിട്ട് സ്ട്രൈറ്റ് ഫോർവേഡ് ആയിട്ട് ഡിസ്പാഷനേറ്റ് ഒരു ഇമോഷനും അവിടെ കൊടുക്കാൻ പാടില്ല. അവിടെ ഇമോഷൻസിന് ഇതില്ല, സീരിയസ് ആയിട്ട് അതിനെപ്പറ്റി തീരുമാനിക്കുക. അതിൽ അഡ്വാൻറ്റേജസ് ഏതൊക്കെയാണ് ആൻഡ് വാട്ട് ആർ ദ ഡിസ്അഡ്വാൻറ്റേജസ് എന്ന് കൃത്യമായിട്ട് അനലൈസ് ചെയ്തിട്ട് പോവാം. അങ്ങനെ തന്നെ കൊടുക്കുക. അല്ലാതെ അവിടെ കയറിയിട്ട് ഇമോഷൻസിന് അവിടെ എന്താ പറയുക, നമ്മുടെ സ്വന്തം രാജ്യം എന്താ പറയുക പറയില്ല, നമ്മളൊരു വികാരാതീതമായിട്ട് അതിലും ഏറെയാണ്. എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞ വികാരത്തിനൊന്നും ഇവിടെ പ്രസക്തി ഇല്ല. സോ റിമെമ്പർ ദാറ്റ് ഇത് അനലിറ്റിക്കലായ ഒരു ആർട്ടിക്കിളാണ് ആൻഡ് ഒബ്വിയസ്ലി ഇൻഫോർമേറ്റീവ് ആണ്, ബട്ട് മോർ ഒബ്വിയസ്ലി അനലിറ്റിക്കലാണ്, കൃത്യമായിട്ട് അനലൈസ് ചെയ്തുകൊണ്ട് ഒരു ആർട്ടിക്കിളാണ്. ഐ ഹോപ്പ് ഇറ്റ് ഇസ് ക്ലിയർ ആയെങ്കിൽ ഒരു തംസപ്പ് ഇട്ടേ പിള്ളേരെ. ദ മീനിങ് ഓഫ് പൊളിറ്റിക്കൽ പാർട്ടി ഡിബേറ്റഡ് ഓൺ സ്ലാക്ക് engineering during assembly polls. Yes, he elevated his pattern of studies. Great. UPSC first rank holder
intriguingly deliver a speech regarding his journey of studies. Yes, thorough study of a subject is a good thing retained by some people. Yeah. Probably started by the police with full confidence, but they couldn't retain it. That is great again. എല്ലാവർക്കും മനസ്സിലായെങ്കിൽ ഒരു തംസ് അപ്പ് ഇട്ടോളൂ കേട്ടോ. നമുക്ക് വേഗം ഇന്നലത്തെ ക്വസ്റ്റനിലോട്ട് പോകാം. സ്പോട്ട് ദ ക്വസ്റ്റൻ ഇതായിരുന്നു. The refrain that standards of parliamentary functioning have took a beating in recent years is not without merit. ഇതേതാ ഈ ക്വസ്റ്റന്റെ ആൻസർ പറയാമോ? ലാസ്റ്റ് ഹിന്ദിയോട് പഠിപ്പിക്കേണ്ടി വരുമോ? ഇല്ലില്ല പാർവതി, നമുക്കത് പ്രശ്നമില്ല. കാരണം എന്തറിയോ, ലോക്കൽ ലാംഗ്വേജ് എന്ന് പറയുമ്പോൾ നമുക്കാവുമ്പോൾ നമ്മുടെ ലോക്കൽ ലാംഗ്വേജ് വേണമെങ്കിൽ എടുത്താൽ മതി. അതാണ് ഏറ്റവും വലിയ ഇമ്പോർട്ടൻറ്റ് കാര്യം. ഞാനിപ്പോൾ ഒരു എഞ്ചിനീയറിംഗ് കോളേജിലോ ലോ കോളേജിലോ അല്ലെങ്കിൽ ഹയർ എഡ്യൂക്കേഷന് പോകുമ്പോൾ എനിക്ക് ബൈലിംഗുലായിട്ട് പഠിച്ചാൽ മതി, ബൈലിംഗുലായിട്ട് പഠിച്ചാൽ മതി. ഞാൻ വെറുതെ കയറിയിട്ട് അനാവശ്യമായിട്ട് എനിക്ക് ഹിന്ദി വേണമെന്നോ അങ്ങനെ പറയേണ്ട കാര്യമില്ല. ഇറ്റ്സ് അപ് ടു യു. ഞാനിപ്പോൾ എനിക്ക് ഹിന്ദിയിലാണ് കുറച്ചൊരു പ്രാവീണ്യമെങ്കിൽ, അല്ലെങ്കിൽ ഞാൻ തമിഴാണ്, ഗുജറാത്തിയാണ്, അല്ലെങ്കിൽ ഞാൻ മലയാളമാണ്, ഞാൻ ഏതാ കന്നഡയാണോ, ഏതാ അവന് വേണ്ടേ എന്നുള്ളത് പറയാം. ആ രീതിയിലാണ് നമുക്ക് നോക്കാം എങ്ങനെ വരുമെന്നല്ലേ. ഓക്കെ, യെസ്, നോക്കാം. യാ, എന്താ V3 ആണോ അല്ലേ? യെസ്, വെരി ഗുഡ്. ഇതുപോലെ ഒരു പ്രൊനൗൺസിയേഷൻ ഞാൻ ഫൈനൽ ഇയർ പഠിക്കുന്ന ടൈം വന്നിരുന്നു. നെക്സ്റ്റ് സ്കീം മുതൽ ഇത് കൊണ്ടുവരണം എന്ന് പറഞ്ഞിരുന്നു. ഹിന്ദിക്കളുടെ ഭാഗമായി രാമായണ മഹാഭാരത സെഷനൊക്കെ കൊടുക്കണം എന്നുമുള്ള. അയ്യോ, അതൊക്കെ പണിയാ, അത്ര വേണ്ട. അതേ പറയാം, അതിൽ നമ്മൾ എപ്പിക്സ് പഠിക്കേണ്ട കാര്യം വരുന്നില്ല അല്ലേ. നമ്മൾ കൾച്ചറിൻ്റെ പേരും പറഞ്ഞത് കൊണ്ടുവരേണ്ട കാര്യമില്ല. ഹാവ് എന്ന യൂസേജ് അല്ലേ. ഇവിടെ നമ്മൾ എന്തായിരുന്നു പറഞ്ഞത്? ഹാവ് എന്ന യൂസേജ്. നോക്കി പിള്ളേരെ, ഹാവ് എന്ന് പറയുന്ന ഓക്സിലറി വേർബായിട്ട് ഉപയോഗിച്ചാൽ അതിൻ്റെ കൂടെ V3 ഫോമേ കൊടുക്കാൻ പാടുള്ളൂ. അത് നിർബന്ധമുള്ളൊരു കാര്യമാണ്. V3യെ കൊടുക്കാവുള്ളൂ. V2 എന്നുള്ളതാണ് ടുക്ക്. അപ്പോൾ ഹാവിൻ്റെ കൂടെ എന്ത് കൊടുക്കണം? ടേക്കൺ കൊടുക്കണം. അതാണ് കറക്റ്റ് യൂസേജ് അല്ലേ. ദ റിഫ്രെയിൻ ദാറ്റ് സ്റ്റാൻഡേർഡ്സ് ഓഫ് പാർലമെന്ററി ഫംഗ്ഷനിങ് ഹാവ് ടേക്കൺ എ ബീറ്റിംഗ് ഇൻ റീസെന്റ് ഇയേഴ്സ് ഇസ് നോട്ട് വിതൗട്ട് മെറിറ്റ്. ഹാവ് എന്ന ഓക്സിലറി വേർബിൻ്റെ കൂടെ എപ്പോഴും മെയിൻ വേർബ് കൊടുക്കുന്നത് V3 ഫോം ആയിരിക്കണം. അതാണ് പെർഫെക്റ്റ് ടെൻസിന്റെ പ്രത്യേകത. റിമെമ്പർ ദാറ്റ്. ഇന്നത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. In 2017, Nigeria had experienced a large outbreak with a case fatality ratio of approximately 3%. Cases continue to be reported. ഇതാണ് ക്വസ്റ്റ്യൻ. ടേക്ക് എ സ്ക്രീൻഷോട്ട്. എനിക്ക് ആൻസർ കോമന്റ് സെക്ഷൻ തരാൻ മറക്കരുത് കേട്ടോ. സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോളൂ. എന്നിട്ട് ആൻസർ എനിക്ക് കോമന്റ് സെക്ഷൻ എല്ലാവരും തരണം കേട്ടോ. അറ്റൻഡ് ചെയ്യാൻ നിങ്ങളുടെ വേണ്ടിയുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പോൾ 10th ലെവൽ മെയിൻസിന്റെ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്തു. ഇനിയും ഉണ്ട്. ഉഷാറായിട്ട് പഠിക്കാൻ താല്പര്യമുള്ള കുട്ടികളുണ്ടോ? വരൂ, ജോയിൻ ചെയ്യൂ നമ്മുടെ ക്ലാസ്സിൽ. നമ്മുടെ കോഴ്സ് 2530 രൂപയാണ് വിത്ത് ഡിസ്കൗണ്ട് കേട്ടോ. എൻ്റെ കോഡ് മറക്കണ്ട. കൂപ്പോൺ കോഡ് Y314 Y314 കോഡ് ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് ഡിസ്കൗണ്ടോട് കൂടി നമ്മുടെ 10th മെയിൻസ് പഠിച്ചെടുക്കാം. പെട്ടെന്ന് കൂട്ടിയ കൂടില്ല കേട്ടോ. അത് നമുക്ക് ഇരുന്ന് സമയമെടുത്ത് വൃത്തിയായിട്ട് പഠിച്ചെടുക്കണം. അത് ഓർക്കാം. മാത്രമല്ല ദേവസ്വം ബോർഡിൻ്റെ ക്രാഷ് കോഴ്സ് 1952 രൂപയ്ക്ക് അവൈലബിൾ ആണ്. ഇനിയും ജോയിൻ ചെയ്യാത്ത ആരെങ്കിലും കുട്ടികളുണ്ട് 60 ഡേയ്സിൻ്റെ ക്രാഷ് കോഴ്സിൽ ജോയിൻ ചെയ്യുക. Y314 Y314 എന്ന കോഡ് ഉപയോഗിച്ചാൽ 1952 രൂപയുടെ ഡിസ്കൗണ്ടിൽ നിങ്ങൾക്ക് കോഴ്സ് പർച്ചേസ് ചെയ്യാം. മറക്കണ്ട കേട്ടോ. Thank you so much for watching everyone. Keep watching, keep supporting. നമ്മുടെ ചാനൽ Adda247 മലയാളം ചാനൽ ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്നവരൊന്ന് പരിഗണിക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. ഷോ മീ സം ലവ് ആൻഡ് സപ്പോർട്ട് പീപ്പിൾ. അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സ്, ഫാമിലി മെമ്പേഴ്സ്, നിങ്ങളുടെ കൊളീഗ്സ്, സ്റ്റുഡൻറ് സർക്കിൾ എല്ലാവരിലോട്ടും എത്തിക്കാൻ ശ്രമിക്കുക. അപ്പോൾ കോമന്റ് സെക്ഷനിൽ ആൻസർ തരാനും മറക്കണ്ട. താങ്ക് യു സോ മച്ച് എവ്രിവൺ. സ്റ്റേ സേഫ് ആൻഡ് ഹെൽത്തി. സന്തോഷമായിട്ടിരിക്കുക. പിന്നെ സേഫ്റ്റി ആൻഡ് ഹെൽത്ത് മുഖ്യം. ഓക്കെ, അപ്പോൾ ഉഷാറായിട്ടിരിക്കുക. നാളെ കാണാം. ബൈ, ടേക്ക് കെയർ.